മാന്യ സദസ്സിന് നമസ്കാരം. നമ്മുടെ ഗ്രന്ഥശാലയും അന്തർദേശീയ പഠന കേന്ദ്രവും സംയുക്തമായി നടത്തിവരുന്ന ഗുരുദർശന പഠന ക്ലാസിൻ്റെ 7ാം ദിവസമായ ഇന്ന് നമ്മുടെ നേരത്തെ നിശ്ചയിച്ചിരുന്ന ഷെഡ്യൂളിൽ നിന്നും ചെറിയൊരു വ്യത്യാസപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ പരിപാടി ആരംഭിക്കുന്നത്. ഇന്ന് പ്രഭാഷണം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ ഗുരുദേവ അന്തർദേശീയ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ M.A. സിദ്ദിഖിന് അസൗകര്യമായതുകൊണ്ട് അദ്ദേഹം മറ്റൊരു ദിവസം ഇവിടെ എത്തിച്ചേരും. അപ്പോൾ ഇന്ന് 13-ാം തീയതി സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി വെച്ചിരുന്ന അതിൻ്റെ സ്മരണയ്ക്കായി വെച്ചിരുന്ന ആ പ്രഭാഷണം ഇന്ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ അന്തർദേശീയ പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ പ്രൊഫസർ ശിശുപാല സാറ് തന്നെയാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. 13-ാം തീയതി വെച്ചിരുന്ന ക്ലാസ്സാണ് ഇങ്ങോട്ട് മാറ്റിയത്. കാര്യം ഈ അസൗകര്യങ്ങളൊക്കെ എപ്പോഴും എങ്ങനെയും വരാമല്ലോ, അങ്ങനെ സംഭവിച്ചതാണ്. എന്തായാലും ഇന്നത്തെ നമുക്ക് ആർക്കും തന്നെ ക്ലാസ് ഇല്ല എന്ന് നിരാശയൊന്നും വേണ്ട. അപ്പോൾ 13/8 വെച്ചിരുന്ന സർവ്വത സമ്മേളന ശതാബ്ദിയുടെ പ്രഭാഷണം ഇന്നത്തേക്ക് വെച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി സാർ എത്തിയിട്ടുണ്ട്. സാറിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. അന്തർദേശീയ പഠന കേന്ദ്ര ഡയറക്ടറാണ്. സാർ SM കോളേജിലെ പ്രൊഫസറായിരുന്നു. എല്ലാ ദിവസവും നമ്മുടെ ഈ പരിപാടിയുടെ എല്ലാമാണ് സാർ. അതിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും നിയന്ത്രണവും ഒക്കെ തന്നെ സാറിൻ്റെ മേൽനോട്ടത്തിലാണ് നടന്നു വരുന്നത്. സാറിനെ പ്രഭാഷണ നിർദ്ദത്തിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തപ്പോൾ സിദ്ദിഖ് സാറാണ് സമ്മതിച്ചിരുന്നത്. സാറിനൊരു കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് എന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ വേറെ വളരെ വിളിച്ച് ചോദിച്ചു, ഇതിനിടയ്ക്ക് ക്ലാസ് എടുക്കേണ്ടുന്ന ആളുകൾ. അപ്പോൾ പലർക്കും അസൗകര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ സംസാരിക്കാമെന്ന് കരുതി. ഗുരുദേവൻ വളരെ നൽകിയിട്ടുള്ള ചില വചനങ്ങൾ, ചില പ്രസ്താവനകൾ കേരള സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കേരളീയരുടെ ഓർമ്മയിൽ എന്നും നിൽക്കുന്നതാണ്. ആ നിലയ്ക്കുള്ള ചില വളരെ വളരെ ആ കാലത്തൊന്നും ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ലളിതമായി പറഞ്ഞിരുന്നതാണ്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടെ ഒരു പലകയിൽ എഴുതി വെച്ച ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് എന്നത് ആ കാലഘട്ടത്തിൽ വളരെ വിപ്ലവകരമായൊരു സംഗതിയാണ്. കാരണം ജാതിയുടെ ഒരു ദൂഷിത വലയം സമൂഹത്തെ പൊതിഞ്ഞുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ബഹുഭൂരിപക്ഷ ആളുകൾക്കും അടിസ്ഥാനപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നൊരു കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്നും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം ഓരോരുത്തരുടെയും അവകാശമാണെന്നും സ്വയം സ്ഥാപിച്ചെടുക്കുവാൻ ഗുരുദേവൻ ആ പ്രതിഷ്ഠ നടത്തുകയും അതിൻ്റെ ഒരു സമൂഹത്തിലുണ്ടായ മാറ്റം, അതിനെ തുടർന്ന് സമൂഹത്തിലുണ്ടായ മാറ്റം അതറിഞ്ഞവരാണ് പിന്നീടുണ്ടായ തലമുറകൾ. ജാതിഭേദമില്ലാത്ത, മതദ്വേഷമില്ലാത്ത ഈ രണ്ടും കഴിഞ്ഞാൽ പിന്നീട് സോദരത്വേന, ഈ വാക്ക് സോദരത്വേന, സഹോദര സാഹോദര്യത്തിലെ ഊന്നൽ നൽകുന്ന ഒരു പ്രയോഗം. വാസ്തവത്തിൽ അന്നുവരെ ആരും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഇത് തുടർന്നുണ്ടാകുന്ന നമ്മുടെ പൊതുജീവിതത്തിലും നമ്മുടെ പൊതുമണ്ഡലത്തിലെ ചർച്ചകളിലും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ്. 1924 മാർച്ച് 3-4 തീയതികളിൽ
ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനത്തിൻ്റെ ഒരു ആരംഭം ഞാൻ ഈ പറഞ്ഞ അരുവിപ്പുറത്ത് എഴുതി വെച്ച വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്തിനെയാണോ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ നിലയ്ക്ക് തന്നെയുള്ള ഒരു വാചകം അല്ലെങ്കിൽ വചനം ഗുരുദേവൻ നമുക്ക് നൽകി എന്നുള്ളതാണ്. പിന്നീടുണ്ടായ ഒരുപാട് സംഭവങ്ങളിൽ ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചും സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചും ഒക്കെയുള്ള കലാകാലങ്ങളിൽ പലപ്പോഴായി ഗുരുദേവൻ നൽകിയിട്ടുള്ള വിവരണങ്ങൾ അല്ലെങ്കിൽ നിർവചനങ്ങൾ പിന്നീടുണ്ടായ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മായാത്ത മുദ്രകൾ പതിപ്പിച്ചു എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. പിന്നൊരു അത് കഴിഞ്ഞു വരുന്നതാണ് മനുഷ്യാണ് മനുഷ്യത്വം ജാതി എന്ന് പറയുന്ന ജാതിയെ സംബന്ധിച്ച ഗുരുവിൻ്റെ നിർവചനം കാണുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ അവിടെ മനുഷ്യനെ എടുത്തു കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ജാതി മതം ഒരു സമൂഹത്തിലെ എടുത്ത് പറയാൻ തക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അന്നത്തെ നിലയ്ക്ക്. ഇന്നും അങ്ങനെയാണ്. ജാതികളായി പ്രത്യേകിച്ച് മതങ്ങളായി മനുഷ്യൻ വിഭജിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇതിൽ ഇങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൽ മനുഷ്യൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. മനുഷ്യൻ എന്താണ്? മനുഷ്യൻ ആരാണ്? മനുഷ്യൻ്റെ സ്ഥാനം എന്താണ്? നമ്മളിതിനെയൊക്കെ എങ്ങനെ കാണണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഈ അരുവിപ്പുറത്ത് ഇങ്ങനെ ഒരു വാചകങ്ങൾ എഴുതി പ്രദർശിപ്പിച്ചതെന്നുള്ളത്. അത് അന്നുവരെ ഇല്ലാതിരുന്ന ഒരു കീഴ്വഴക്കമായിരുന്നു എന്നുള്ളതാണ്. നൂതനമായതും അതേസമയം വളരെ ആകർഷണീയമായതുമായ ഒരു ദർശനം, ഒരു ജീവിത ദർശനം അതിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യനാണ് എല്ലാത്തിനും, മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഗതി, സാഹോദര്യത്തെ തിരയുന്ന, സാഹോദര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് അവിടെ നമ്മൾ എടുത്തു കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ വളർച്ചയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ തുടർച്ചയാണ് പിന്നീടുണ്ടായിട്ടുള്ള പല സംഭവങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഗുരുദേവൻ്റെ കൃതികളിലും അതുപോലെ തന്നെ വചനങ്ങളിലുമൊക്കെ നമുക്ക് പിന്നെ അത് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അല്ലെ ആ കാലഘട്ടത്തിലെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കേരളം എന്ന പ്രദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പുറം ലോകവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ചൈനക്കാരും റോമാക്കാരും അതുപോലെ ഗ്രീക്കുകാരും ഒക്കെ പല കാലങ്ങളിലായി ഇവിടെ വന്നു പോവുകയും ഇവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ച് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന കൂട്ടത്തിൽ പല മതങ്ങൾ, ഇപ്പോൾ ക്രിസ്തുമതം ഉണ്ടായി. ആ സമയത്ത് തന്നെ വലിയ താമസമില്ലാതെ തന്നെ ക്രിസ്തുമതം കേരളത്തിലുണ്ടായി എന്നുള്ളതാണ്. പോർച്ചുഗീസുകാരുടെയൊക്കെ വരവോടുകൂടി ക്രിസ്തുമതം കേരളത്തിലുണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇസ്ലാം, അറബികളുമായിട്ട് നമുക്കുണ്ടായിരുന്ന ബന്ധം, അറബികളുടെ കച്ചവടത്തിന് അവർ വന്നതിൻ്റെ കൂട്ടത്തിൽ ഇസ്ലാം മതവും ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ കേരളം ഒരു അന്വേഷണത്തിൻ്റെയും അല്ലെങ്കിൽ അംഗീകാരത്തിൻ്റെയും സമ്മതത്തിൻ്റെയും ഒക്കെ ഒരു വിളഭൂമിയായിരുന്നു പറയാൻ കഴിയും. വന്ന ദർശനങ്ങളെയെല്ലാം അല്ലെങ്കിൽ മതങ്ങളെയെല്ലാം സ്വീകരിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെയുള്ള കേരളത്തിലായിരുന്നു ഇരുണ്ട ഒരു കാലഘട്ടം. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് മതത്തിനോ ദൈവത്തിലോ അവകാശമില്ലാതിരുന്നൊരു ഇരുണ്ട കാലഘട്ടം കടന്നുപോയി എന്നുള്ളതാണ്. ഈ മതങ്ങളെല്ലാം നമ്മൾ ഏത് മതത്തെ എടുത്ത് പരിശോധിച്ചാലും ഇതെല്ലാം ഗോത്ര ജീവിതത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെയാണെന്ന് നമുക്ക് മനസ്സിലാകും. എല്ലാ മതങ്ങളും ആ നിലയ്ക്കാണ് വന്നത്. പിൽക്കാലങ്ങളിൽ അതിലാചാരങ്ങളും മറ്റും കൂട്ടിച്ചേർത്ത് കുറച്ചുകൂടി അതിനെ ഒരു നന്നാക്കി നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള മതങ്ങളായി വിശ്വാസങ്ങളായി അത് പരിണമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ ഗുരുദേവൻ്റെ കാലഘട്ടത്തിനോടനുബന്ധിച്ച് തന്നെ ഈ ഒരു വലിയ മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ ഈ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനം തിരുവിതാംകൂറിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു വലിയ സമൂഹത്തെ, ഒരു വലിയ സാമൂഹിക വിഭാഗത്തെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി എന്നുള്ളതാണ്. അത് നമ്മൾ കാണേണ്ടുന്ന ഒരു സംഗതിയാണ്. ഒരു മതപരിവർത്തനം, അതായത് ഹിന്ദു മതത്തിലുണ്ടായിരുന്ന വിവേചനങ്ങളുടെ അടിസ്ഥാനത്തിൽ
അവകാശങ്ങൾ നിഷേധിക്കുകയും പൗരാവകാശങ്ങൾ നൽകാതിരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ ക്രിസ്തു മതത്തിൻ്റെ രംഗപ്രവേശവും അതുപോലെ തന്നെ നമുക്ക് ഈ വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യമില്ലാതിരിക്കുകയൊക്കെ ചെയ്ത കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ മിഷനറിമാർ ഇവിടെ വരികയും അവർ വിദ്യാലയങ്ങൾ തുടങ്ങി എന്നുള്ളതാണ്. വിദ്യാലയങ്ങൾ തുടങ്ങി, അതുപോലെ തന്നെ ക്രിസ്ത്യൻ കന്യാസ്ത്രീകൾ സ്ത്രീകളുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുകയും വസ്ത്രധാരണത്തെ സംബന്ധിച്ച് അവർക്കൊരു ധാരണ ഉണ്ടായി കൊടുക്കുകയും ചെയ്തു. അത് തെക്കൻ തിരുവിതാംകൂറിൽ ഒരുപാട് കലാപങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്ക് അറിയാം, ഈ മേൽമുണ്ട് സമരമൊക്കെ ആ നിലയ്ക്ക് വരുന്നതാണ്. അപ്പോൾ ക്രിസ്ത്യൻ മതത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ ഈ ഭാഗത്തുള്ള ഇവിടെയുള്ള സ്വാധീനം, വളർച്ച വളരെ പെട്ടെന്നായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, തിരുവിതാംകൂർ ഭരണാധികാരികൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിനുള്ളിലായി എന്നുള്ളതാണ്. നിയന്ത്രണത്തിലുള്ള ഒരു ഭരണപ്രദേശമായി മാറി. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്നില്ല, രാജാവുണ്ട്. പക്ഷേ രാജാവിനെ നിയന്ത്രിക്കാൻ ഇവിടെ റെസിഡൻ്റ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ചില പ്രോത്സാഹനങ്ങൾ ക്രിസ്തു മതത്തിന് നൽകിയിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ചരിത്രം നമ്മൾ നോക്കിയാൽ നമുക്കങ്ങനെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ കേരളത്തിലെ ഈ മത പരിവർത്തനത്തിൻ്റെ ഒരു ദശ, ഒരു പ്രത്യേക കാലഘട്ടം അങ്ങനെ കടന്നുപോയി എന്നുള്ളതാണ്. ഈ ഇങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോൾ നെയ്യാറ്റിൻകരയ്ക്കടുത്തൊക്കെ എത്തിയപ്പോൾ അവിടെ ഈ ഈഴവ സമുദായത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ആളുകളുണ്ടായി എന്നുള്ളതാണ്. അത് തന്നെ പുരോഹിതന്മാർ വരെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഈഴവരായ ക്രിസ്ത്യാനികൾ ഉണ്ട്. അപ്പോൾ ക്രിസ്തു മതം അന്ന് നൽകിയത് ഒരു അംഗീകാരമാണ്. പിന്നോക്കം നിന്ന ജനവിഭാഗങ്ങൾക്ക് നൽകിയ ഒരു അംഗീകാരമാണ്. അവരുടെ സഹായത്തോട് വിദ്യാഭ്യാസം നടത്തുകയും അതുപോലെ തന്നെ അന്തസ്സായി ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുകയൊക്കെ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ആ സാമൂഹിക വിഭാഗങ്ങൾ ക്രിസ്തു മതത്തെ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇത് തുടർന്നു വന്നു. അതുപോലെ തന്നെ ഈ ഹിന്ദു മതത്തിനുള്ളിലെ മതപരിഷ്കരണത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നതാണ്. അപ്പോൾ ഈ ഹിന്ദു മതത്തിനകത്ത് നിന്നാൽ പിന്നോക്ക സമുദായക്കാരായ അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഒരു മേൽഗതി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ മതം മാറ്റത്തെക്കുറിച്ച് ആലോചിക്കണം എന്ന ഒരു വാദഗതി അന്ന് പ്രബലമായി വന്നു എന്നുള്ളതാണ്. ഗുരുദേവനോട് അങ്ങനെ മതമാറ്റത്തെക്കുറിച്ച് പലരും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലർ ബുദ്ധമതത്തിലേക്ക് പോകണം, നമ്മളെല്ലാവരും ബുദ്ധമതത്തിലേക്ക് മാറണം എന്ന് പറഞ്ഞു. ഒരു കൂട്ടത്തോടുകൂടി മതപരിവർത്തനമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു തർക്കവും അതിൻ്റെ ഒരു സംവാദവും ഒക്കെ പല സോഴ്സിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഹിന്ദു മതത്തിൽ നീതി ലഭിക്കുന്നില്ല എങ്കിൽ അടുത്ത പോംവഴി എന്താണ്? ഇപ്പോൾ മതപരിവർത്തനമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബുദ്ധമതത്തിലേക്ക് പോകാം എന്ന ഒരു നിർദ്ദേശം വരുന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരുപാട് പേര് അതിനകത്ത് അഭിപ്രായം പറയുകയും ഗുരു അതിനെ മതപരിവർത്തനം നടത്തിയ ആളുകൾ അവിടെ തികച്ചും സ്വതന്ത്രരാണോ? അവർക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? മതപരിവർത്തനമാണോ അതോ മതത്തെക്കുറിച്ച് മനസ്സിലാക്കലാണോ വേണ്ടത്? മതപരിവർത്തനത്തിൻ്റെ ഫലമായി പുതിയ മതത്തിൽ ചേർന്നവർക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഈ പ്രത്യേകിച്ചും ഈ ദലിത വിഭാഗത്തിൽപ്പെട്ട ക്രിസ്തുമതം സ്വീകരിച്ചവരെ അങ്ങനെ ഒരു ക്രിസ്ത്യാനി എന്നുള്ള പൂർണ്ണമായ അർത്ഥത്തിൽ അംഗീകരിക്കുവാൻ സമ്പന്നരായ ആളുകൾ അല്ലെങ്കിൽ ഉയർന്ന ക്രിസ്ത്യാനികൾ തയ്യാറല്ലായിരുന്നു. അപ്പോൾ മതപരിവർത്തനമാണോ അതോ മതത്തിനെ പരിവർത്തനപ്പെടുത്തുകയാണോ, നമ്മൾ നിൽക്കുന്നതിനെ നന്നാക്കുകയാണോ എന്നുള്ളതാണ്. അപ്പോൾ ഹിന്ദുമതത്തെക്കുറിച്ച് ഗുരുദേവൻ്റെ അഭിപ്രായം, ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരുപാട് മതങ്ങളുടെ, ഒരുപാട് ചിന്തകളുടെ, ഒരുപാട് മതങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അത് ഈ ബ്രാഹ്മണിക്കലായ സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശാക്തേയ മതം, അതിൽ അദ്വൈത മതം, അതുപോലുള്ള ഒരുപാട് ഉൾപിരിവുകളുള്ള ഒരു മതങ്ങളുടെ ഒരു സംഘാതമാണ്, ഒരു കൂട്ടമാണ് ഹിന്ദുമതം. ഹിന്ദുമതം എന്നൊരു മതമില്ല, അത് വിവിധ മതങ്ങൾ ചേർന്നതാണ്. പക്ഷെ പിന്നെ കാലാന്തരത്തിൽ നമ്മൾ ഈ ഇസ്ലാമും സിഖും ക്രിസ്ത്യാനിയും അല്ലാത്ത ആളുകളെല്ലാം ഹിന്ദുവായി കണക്കാക്കുന്ന ഒരു രീതി ബ്രിട്ടീഷ് ഭരണത്തിൽ ഉണ്ടായി.
അങ്ങനെ ഹിന്ദുക്കൾ എന്ന നിലയ്ക്കൊരു പുതിയ ഒരു മതവിഭാഗം പിന്നെ സ്ഥാപിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും സിഖുകാരെയും, പക്ഷെ സിഖുകാരും ഹിന്ദു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേങ്കിലും ബ്രിട്ടീഷുകാർ അവരുടെ ഭരണ സംവിധാനത്തിൻ്റെ ഫലമായി ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ ഗുരുദേവനൊരു ഹിന്ദു സന്യാസിയാണോ അല്ലെങ്കിൽ ഹിന്ദുവായി ജനിച്ച ആളാണോ എന്നൊക്കെയുള്ള ചർച്ചകളും തർക്കങ്ങളും ഉണ്ട്. ഹിന്ദുവായി തന്നെ ജീവിച്ചയാളാണോ എന്നൊക്കെയുള്ള തർക്കങ്ങളുണ്ട്. അപ്പം മതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക രീതിയിൽ മതം എന്താണ്, മതത്തിൻ്റെ ഉപയോഗം എന്താണ്, മതം എങ്ങനെ ഉണ്ടായി, മതത്തിൻ്റെ സാമൂഹ്യ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ വിപുലമായ ഒരു ചർച്ചയും അല്ലെങ്കിൽ വിപുലമായ വിലയിരുത്തലും ആവശ്യമാണ്. കണ്ണടച്ച് മതങ്ങളെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. മതം ഒരു സാമൂഹ്യ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ധാർമ്മിക ബോധവും അതുപോലെ തന്നെ വ്യക്തി പ്രത്യേകതകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല മനുഷ്യരാക്കി മാറ്റുന്നതിൽ മതങ്ങൾക്ക് അതിൻ്റേതായ പങ്കുണ്ട് എന്ന ധാരണയാണ് ഗുരുദേവനുണ്ടായിരുന്നത്. മതങ്ങൾ ആ നിലയ്ക്ക് ഒരു സാമൂഹ്യമായ കടമ നിർവഹിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ധാർമ്മിക നിലവാരവും അതുപോലെ അവൻ്റെ ചിന്തയും പിന്നെ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമായി മതത്തെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. ഈ മതവിശ്വാസത്തെ അല്ലെങ്കിൽ മതത്തെ നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്നെന്ന് പറഞ്ഞാൽ 1924 ഗുരുദേവനെ ഇങ്ങനെ ഒരു മഹാസമ്മേളനം വിളിക്കുന്ന കാലത്തുണ്ടായിരുന്ന മതത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്നുള്ളതാണ്. മതം മാറണമെന്നുള്ള വാദഗതിയുമായി മുന്നോട്ട് വന്ന മുഴുവൻ ആളുകളെയും ആ നിലയ്ക്ക് ഇപ്പോൾ സി വി കുഞ്ഞിരാമനൊക്കെ മതം മാറണം, ഒരുമിച്ച് മാറണം എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് മാറണം, ഈ മതത്തിൽ നിന്ന് നമുക്ക് നീതി ലഭിക്കില്ല, അതുകൊണ്ട് നമ്മൾ ബുദ്ധമതം സ്വീകരിക്കണം എന്നുള്ളൊരു വാദഗതി മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഗുരു പറഞ്ഞത് എന്താണ്? മതമാണോ മാറേണ്ടത് അതോ മനുഷ്യരാണോ മാറേണ്ടത്? മതത്തിൻ്റെ എന്താണ് ഇന്നത്തെ കർത്തവ്യം എന്താണ്? മതത്തിൽ ഒരു അംഗമാകുന്ന ആളിന് ലഭിക്കേണ്ടുന്ന സേവനങ്ങൾ എന്താണ്? അപ്പോൾ ഇതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ കൂലങ്കഷമായ ചർച്ച ഒരുപാട് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സഹോദരൻ അയ്യപ്പനുമായും അതുപോലെ TK മാധവനുമായും കൊട്ടുപോയിക്കൽ വേലായുധനുമായിട്ടും ഒക്കെ ഒരുപാട് ചർച്ചകൾ നടന്നുള്ളതാണ്. അപ്പോൾ മതമെന്ന സ്ഥാപനം അന്ന് ഈ മതമെന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദുമതം എന്നുള്ള അർത്ഥത്തിൽ ഹിന്ദുമതം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഹിന്ദുമതത്തിൽ നീതി ലഭിക്കാത്തവർ ആ മതത്തിൽ തുടർന്ന് പോയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാം ഗുരുദേവൻ്റെ മറുപടി ഇങ്ങനെ ഒരു എല്ലാ മതങ്ങളെ സംബന്ധിച്ചിടത്തോളവും മതങ്ങളെ ശരിക്കും പഠിക്കുകയും വിലയിരുത്തുകയും അങ്ങനെ മതങ്ങൾക്ക് അതീതമായ ഒരു വിശ്വാസം, മതങ്ങളെ ഉൾക്കൊള്ളുന്ന എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസം, ഒരു മനോഭാവം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ അല്ലെങ്കിൽ കഴിയേണ്ടതല്ലേ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ മതങ്ങളെയും എല്ലാവരും പഠിക്കുകയും ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഉൾക്കാഴ്ച ഉണ്ടാകും, ഒരു ബോധമുണ്ടാകും. ആ ബോധമാണ് ഗുരുദേവൻ പറഞ്ഞ ഒരു മതം എന്ന അഭിപ്രായം. ഒരു മതം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും സംബന്ധിച്ച നമ്മുടെ പഠനത്തിൽ ഗൗരവതരമായ പഠനത്തിൽ നിന്നും നമുക്കുണ്ടാകുന്ന ബോധ്യപ്പെടലാണ്. അതാണ് ഒരു മതം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയും. ഈ ഒരു മതം എന്ന് പറയുന്നത് ആ നിലയ്ക്ക് കാണുന്നതാണ്. എല്ലാ മതങ്ങളുടെയും പ്രധാന തത്വങ്ങൾ നോക്കിയാൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നും കാണാൻ കഴിയില്ല എന്ന ഒരു ഇതിൽ നിന്നാണ് ഒരു സർവമത സമ്മേളനം എന്ന ഒരു ആശയം ഉണ്ടാവുകയും അത് അന്ന് വളരെ വിപ്ലവകരമായൊരു ആശയമാണ്. ഇന്നേക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ മതത്തിൻ്റെയും പ്രതിനിധികളെ ഒരുമിച്ചൊരിടത്ത് വിളിച്ചു കൂട്ടി 2 ദിവസമുള്ള ഒരു സമ്മേളനം നടത്തുകയും അതിൻ്റെ അവസാനം ആ സമ്മേളനത്തിൻ്റെ അവസാനം ഗുരുദേവനൊരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഒരു സമ്മേളനത്തിൻ്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പല സമ്മേളനങ്ങളിലും ഈ സർവമത ആ രീതിയിലുള്ള സമ്മേളനങ്ങൾ നമ്മൾ നടത്താറുണ്ട്.
എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും വിളിച്ച് വരുത്തി പുരോഹിതന്മാരെയൊക്കെ ഒരുമിച്ചിരുത്തി സംസാരിക്കാറുണ്ട്. അപ്പോൾ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മതവും മറ്റൊരു മതത്തിൽ നിന്നും വ്യത്യസ്തമല്ല. എല്ലാ മതങ്ങളും എന്താണ് പറയുന്നത്, ഈ ഒരു ആത്മസാക്ഷാത്കാരത്തിന് അല്ലെങ്കിൽ അതിനെ പറയുന്നത് ആത്മീയമായ ഉന്നതിക്ക്, ആത്മീയമായ ഉണർവിന് സഹായകമാണ് എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇങ്ങനെ സർവ്വമത സമ്മേളനമെന്ന ആശയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാ മതങ്ങളെയും ആ നിലയ്ക്ക് കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് എല്ലാവരെയും, എല്ലാ മതത്തിൻ്റെയും പിന്നെ എന്താണ് ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ ഒരു ഈ മതങ്ങൾ തമ്മിലുള്ള മതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയുന്ന പ്രത്യേക ശ്ലോകങ്ങളുണ്ട്. മതം എന്താണ് എന്നുള്ളത് ഒരു എന്താണ് ഓർക്കിൽ അഖിലരും ആത്മസുഖത്തിനായിട്ടാണ് ഈ ജീവിതം ജീവിക്കുന്നത്. ഈ ആത്മസുഖം ലഭിക്കുന്നതിന് ഏത് മതവും ആകാം, അതിന് പ്രത്യേക മതമൊന്നുമില്ല, ഏത് മതവും ആകാം. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ വിവിധ മതങ്ങൾ തമ്മിലൊരു സമന്വയമായാൽ എന്താ കുഴപ്പം? വിവിധ മതങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കിയാൽ, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ മനസ്സിലാക്കിയാൽ നമുക്ക് സൗഹാർദ്ദപരമായി ജീവിക്കാൻ കഴിയില്ലേ? എൻ്റെ മതമാണ് വലുത് എന്ന ചിന്ത ഉപേക്ഷിക്കണം. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. ഈ അവസ്ഥയെക്കുറിച്ചാണ് ഈ സർവമത സമ്മേളനത്തിലുള്ള ഒരു എന്താണ് ചർച്ചകൾ നടന്നതെന്നുള്ളതാണ്. അപ്പോൾ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടുവാൻ ഈ ഒരു എന്താണ് അതിൻ്റെ ഒരു പുറകോട്ട് നോക്കിയാലുണ്ടായ സംഗതികൾ ഇതാണ്. ഇന്ന് മതപരിവർത്തനത്തിൻ്റെ ഒരു കാലഘട്ടം, ക്രിസ്തുമതത്തിൻ്റെ വ്യാപനം, രണ്ട് അന്ന് കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ, പ്രത്യേകിച്ചും ഈ ദളിതരുമൊക്കെ ഈ ക്രിസ്തുമതത്തിലേക്ക് പോയി, രക്ഷാസൈന്യം പോലുള്ള മതവിഭാഗങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഈഴവ വിഭാഗത്തിന് ഒരു കൂട്ടത്തോടുകൂടിയ മതപരിവർത്തനം ആയിക്കൂടാന്നുള്ളതാണ്. അപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ അത് വരാം. അതുകൊണ്ട് ഈ മതത്തിന് നമ്മൾ ഇന്ന് കൊടുക്കുന്ന പ്രാധാന്യം, മതത്തിന് കൊടുക്കുന്ന പ്രാധാന്യം അത് നമ്മുടെ ആത്മാന്വേഷണത്തിന് വേണ്ടി മാത്രമായി അങ്ങനെ ആയിരിക്കണം. അതല്ലാതെ ഭൗതിക കാര്യങ്ങളിൽ മതം ഇടപെടുമ്പോഴാണ് മതവിദ്വേഷം ഉണ്ടാകുന്നത്, മതങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാകുന്നത്. ആ നിലയ്ക്കാണ് ഇതിനെ ഗുരുദേവൻ വീക്ഷിച്ചതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അന്ന് സാധ്യമായ തരത്തിൽ ഓരോ മതങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരെ ഈ ആലുവയിൽ വിളിച്ചു ചേർത്ത് സർവമത സമ്മേളനം നടത്തി എന്നുള്ളതാണ്. ഈ പറഞ്ഞതിന് ഒരു എന്താണ് സത്യവ്രത സ്വാമികളാണ് അതിൻ്റെ സംഘാടകനായിരുന്നത്, പ്രധാന സംഘാടകൻ. അപ്പോൾ സത്യവ്രത സ്വാമികൾ ആ സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഒരു പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിൽ ഈ ലോക ചരിത്രത്തെ വിശകലനം ചെയ്യുന്നു, മതങ്ങളുടെ ചരിത്രത്തെ വിശകലനം ചെയ്യുന്നു, മതങ്ങൾ തമ്മിൽ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാമെന്ന ഒരു ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുന്നു. അങ്ങനെ വളരെ ദീർഘമായ ഒരു സ്വാഗത പ്രസംഗമായിരുന്നു അത് ഗുരുദേവൻ്റെ നിർദ്ദേശത്തോടു കൂടി സത്യവ്രത സ്വാമികളും സി വി കുഞ്ഞിരാമനും കൂടെ തയ്യാറാക്കിയ ഒരു സ്വാഗത പ്രസംഗമായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ദീർഘമായ, വളരെ പുരോഗമനാത്മകവും അത് അന്നത്തെ നിലയ്ക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തതുമായ മതങ്ങളെ ഇങ്ങനെ വിലയിരുത്തുന്ന, വളരെ വിമർശനാത്മകമായി വിലയിരുത്തുന്ന ഒരു പ്രസംഗമായിരുന്നു അത്. ആ നിലയ്ക്കാണ് അതിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഇതായിട്ടാണ് ഇതിനെ കാണുക. അപ്പോൾ സർവമത സമ്മേളനത്തിൻ്റെ നടത്തിപ്പിനെ കുറിച്ച് വളരെ ദീർഘമായി ആലോചിച്ച് അതിനകത്ത് ഈ സഹോദരൻ അയ്യപ്പനും ടി കെ മാധവനും അതുപോലെ തന്നെ സി വി കുഞ്ഞിരാമനും അതുപോലുള്ള ആളുകൾ ഇതിനകത്ത് അതിൻ്റെ സംഘാടനത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും അതിന് വിജയത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സത്യവ്രത സ്വാമികളായിരുന്നു അന്നത്തെ എൻ്റെ കമ്മിറ്റി സെക്രട്ടറി. ആ നിലയ്ക്ക് ഗുരുദേവൻ്റെ നിർദ്ദേശാനുസരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വാഗത പ്രസംഗം അദ്ദേഹം അവതരിപ്പിക്കുന്നത്. വളരെ നീണ്ട ഒരു സ്വാഗത പ്രസംഗമാണ്. മതത്തെ നിശിതമായി വിമർശിക്കുന്നതും അതേസമയം
വളരെ എന്താണ് ഒരുപാട് ഉദാഹരണങ്ങൾ സഹിതമാണ് അതിനകത്ത് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ സംഘാടനത്തെപ്പറ്റി ഇത് പറയാമെന്നുള്ളതാണ്. അപ്പോൾ സർവ്വ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത് തിരുവിതാംകൂറിലും മദ്രാസിലും ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവ അയ്യർ എന്ന് പറയുന്ന ഒരു പണ്ഡിതനായിരുന്നതാണ്. അദ്ദേഹം വളരെ ആ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധനായിരുന്നൊരു പണ്ഡിതനായിരുന്നു. പിന്നെ മഞ്ചേരി രാമയ്യർ, മഞ്ചേരി രാമകൃഷ്ണ അയ്യർ, സി കൃഷ്ണൻ, മിതവാദി കൃഷ്ണൻ, ഋഷിറാം ആര്യസമാജത്തിൻ്റെ ആൾ, മുഹമ്മദ് മൗലവി, കെ കുരുവിള, ഇങ്ങനെ വിവിധ മതങ്ങളെ പിന്നെ സിലോണിൽ നിന്നൊരു സന്യാസി വന്നിരുന്നതാണ്. ഇങ്ങനെ വിവിധ മതത്തിൻ്റെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ മതപരിവർത്തനത്തിന് ഒരു മറുമരുന്നായിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം പരിവർത്തനം ചെയ്യപ്പെട്ടവർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള അംഗീകാരം പുതിയ മതത്തിൽ കിട്ടുന്നില്ല എന്നൊരു വിലയിരുത്തലുണ്ടായി. അതിന് തെളിവാണ് നമ്മുടെ പൊയ്കയിൽ യോഹന്നാൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുകയും അതിൽ ക്രിസ്ത്യാനിയായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം അതിനോട് പിണങ്ങി തിരിച്ചു വരികയാണ് ചെയ്തത്. പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്നത് ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറഞ്ഞൊരു സഭ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ മതങ്ങളുടെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ, അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ വിശകലനം ചെയ്താൽ മതങ്ങൾ തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ്. ബുദ്ധമുനിയുടെ ഹൃദയവും ശങ്കരാചാര്യരുടെ ബുദ്ധിയും ചേർന്നെങ്കിലല്ലാതെ ഭാരതീയരുടെ മതം പൂർണ്ണമാവുകയില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ബുദ്ധമുനിയുടെ ഹൃദയവും, നമുക്കറിയാം ഈ ബുദ്ധ ഭഗവാന്റെ ദർശനം എന്ന് പറയുന്നത് ഈ മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന പല ആചാരങ്ങളെയും നിഷേധിക്കുന്ന ഒരു ദർശനമായിരുന്നതാണ്. പലരും അതിനെ പല വ്യാഖ്യാനവും കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ ക്ഷത്രിയൻ നടത്തിയ ഒരു സമരമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിഷേധമായിട്ട് അതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ബുദ്ധമുനിയുടെ ഹൃദയവും ശങ്കരാചാര്യരുടെ ബുദ്ധിയും ചേർന്നെങ്കിലല്ലാതെ ഭാരതീയരുടെ മതം പൂർണ്ണമാകില്ല എന്ന് വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ ഹിന്ദുവിൻ്റെ ജ്ഞാനവും ബുദ്ധൻ്റെ കരുണയും ക്രിസ്തുവിൻ്റെ സ്നേഹവും മുഹമ്മദിൻ്റെ സാഹോദര്യവും ചേർന്നെങ്കിലല്ലാതെ ലോകശാന്തിക്ക് ഉപയുക്തമായ മനുഷ്യജാതിയുടെ മതം പൂർണ്ണമാകില്ലെന്നാണ് ശ്രീനാരായണ പരമഹംസർ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഇത് പലപ്പോഴും ഈ മതദർശനവുമായി ബന്ധപ്പെട്ട് ഗുരുസ്വാമികൾ പലയിടത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഹിന്ദുവിൻ്റെ ജ്ഞാനവും ബുദ്ധൻ്റെ കരുണയും ക്രിസ്തുവിൻ്റെ സ്നേഹവും മുഹമ്മദിൻ്റെ സാഹോദര്യവും ചേർന്നെങ്കിലല്ലാതെ ലോകശാന്തിക്ക് ഉപയുക്തമായ മനുഷ്യജാതിയുടെ മതം പൂർണ്ണമാകില്ലെന്നാണ് ശ്രീനാരായണ പരമഹംസർ സിദ്ധാന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് വാദഗതിയും നോക്കുക. കുറച്ചുകൂടെ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ്, കുറച്ചുകൂടെ ആഴത്തിലുള്ള ഒരു ഈ വിവിധ മതങ്ങളിലെ സ്ഫുരിച്ചു നിൽക്കുന്ന അംശം ഏതാണോ അത് ഒരുമിച്ച് കൊണ്ടുവരികയും അങ്ങനെ സർവസമ്മതമായ ഒരു മതദർശനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അതിന് എന്താ മാർഗം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ സമ്മേളനത്തിൽ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറഞ്ഞു. ആ നിലയ്ക്ക് നമ്മൾ സമ്മേളനത്തിൻ്റെ അവസാനം ഈ എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളതിലേക്ക്, അപ്പോൾ ഓരോ മതത്തിൻ്റെയും പ്രതിനിധികൾ പറഞ്ഞ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു അഭിപ്രായം പറയുന്നതാണ്. എല്ലാ മതങ്ങളും എല്ലാവരും സമബുദ്ധിയോടും സമഭക്തിയോടും കൂടെ പഠിക്കണമെന്നുള്ളതാണ്. എല്ലാവരും എല്ലാ മതങ്ങളെയും പഠിക്കണം. മതങ്ങൾ ആത്മാന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് പറയുക, ഈ നമ്മുടെ ഭൗതിക ജീവിതം കഴിഞ്ഞാലുണ്ടാകുന്ന നമ്മുടെ ആത്മീയമായ വെളിച്ചം നൽകുന്നതിന്, ആത്മീയമായ ഉൾക്കാഴ്ച ഉണ്ടാകുന്നതിന് മതങ്ങൾ സഹായിക്കുമെങ്കിൽ എല്ലാ മതങ്ങളെയും എല്ലാവരും പഠിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു മതം എന്ന് പറയുന്നത് ഒരാളിൻ്റെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ സൂക്ഷ്മം അറിഞ്ഞവൻ്റെ അഭിപ്രായമാണെന്ന് പറയും. എന്താണ് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം
കാര്യമായ വിലയിരുത്തൽ നടത്തുകയും സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു വരുന്ന ഒരാളിന് ഉണ്ടാകാവുന്ന ബോധ്യമാണ് അത് സൂക്ഷ്മം അറിയുക. ആ സൂക്ഷ്മം അറിഞ്ഞവൻ്റെ അഭിപ്രായമാണ് മതം. അതുകൊണ്ട് സൂക്ഷ്മം അറിഞ്ഞവന് മതം പ്രമാണമല്ല, മതത്തിന് അവൻ പ്രമാണമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുക? നമ്മളെല്ലാ മതങ്ങളുടെയും സാരാംശം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ നോക്കിയാൽ ഗുരുവിൻ്റെ ഈ ഒരു ശ്രമം അല്ലെങ്കിൽ ഈ ഒരു പ്രയത്നം, സർവമത സമ്മേളനം വളരെ പ്രസക്തമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ നിലയ്ക്ക് നമുക്കറിയാം, യൂറോപ്പിലൊക്കെ ഈ മതങ്ങൾ തമ്മിലുണ്ടായിരുന്ന മത്സരം കുരിശ് യുദ്ധങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത്. ഒരുപാട് പേരെ കൊന്നൊടുക്കി എന്നുള്ളതാണ് കുരിശ് യുദ്ധങ്ങളുടെ ഫലമായിട്ട്. അതുപോലെ തന്നെ യൂറോപ്പിലെ ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്നത് മത പൗരോഹിത്യത്തിൻ്റെ ഒരു തിമിർത്ത ഒരു അധികാരം ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ എല്ലാ ജീവിത അംശങ്ങളെയും വരിഞ്ഞു കെട്ടി മുറുക്കി വയ്ക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമായിരുന്നു ഈ കത്തോലിക്ക മതം പോപ്പും ഒക്കെ അന്ന് നടത്തിയിരുന്നെന്നുള്ളതാണ്. അപ്പം അങ്ങനെ മതത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് ഈ ദുഷ്ടതകൾ അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യവിരുദ്ധമായ കാര്യങ്ങൾ മതങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു നിലയ്ക്ക് നമ്മൾ കാണുക. മതത്തിൻ്റെ അത് ഇങ്ങനെയാണ് പറയുന്നത്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ ഒരു രാജ്യം ജയിക്കുകയും മറ്റൊരു രാജ്യം തോൽക്കുകയും ചെയ്യും. അപ്പോൾ യുദ്ധം അവിടെ അവസാനിക്കും. മതങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒരിക്കലും അവസാനിക്കില്ല. മതങ്ങൾ തമ്മിലുള്ള യുദ്ധം. അപ്പോൾ മതസാമ്രാജ്യങ്ങളുണ്ടാക്കി മതങ്ങളെ ഉപയോഗിച്ച് അധികാരം നേടാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, തിരുവിതാംകൂറിലെ ശ്രീപത്മനാഭ ദാസനായിരുന്നു രാജാവ്. ഒരു തിയോക്രാറ്റിക് രാജഭരണം എന്ന് പറയുമ്പോൾ ദൈവത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ഭരണമായിരുന്നു. അപ്പോൾ രാജാവ് ചെയ്യുന്ന പല കാര്യങ്ങളും ന്യായീകരിക്കപ്പെടും. രാജാവിനെ വിമർശിക്കാൻ പാടില്ല, ദൈവത്തിന് വിമർശിച്ചതിന് തുല്യമാണ്. അതിന് യൂറോപ്പിലുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഡിവൈൻ ഒറിജിൻ തിയറി എന്ന് പറയും. ഡിവൈൻ ഒറിജിൻ തിയറി. ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് രാജാവ്. ഇപ്പോൾ രാജാവ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ പിന്തുണയുണ്ട്, അതുകൊണ്ട് രാജാവിന് എന്തും ചെയ്യാം എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ടാണ് ഒരുപാട് സമരങ്ങളും ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായത് ആ നിലയ്ക്കാണ്. അപ്പം മതം ഒരു സാമൂഹ്യ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളോടൊപ്പം തന്നെ ചരിത്രപരമായി മതം കൊണ്ടുണ്ടായിട്ടുള്ള ദോഷങ്ങളെയും നമ്മൾ അറിയണമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ മതം ഇടപെടുമ്പോൾ, രാഷ്ട്രീയത്തിൽ മതം അല്ലെങ്കിൽ മതസാമ്രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു അധികാരത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ വളരെ നിർമ്മലമായ, വളരെ ഉപദേശങ്ങളും തത്വങ്ങളും നിറഞ്ഞ ഒരു മതത്തെ വിശ്വാസികൾക്ക് പിന്തുടരാൻ കഴിയുന്ന ആശയങ്ങളെ ഉപയോഗിച്ച് പുരോഹിതവർഗം അധികാരമുണ്ടാക്കുകയും ആ അധികാരത്തിൻ്റെ തണലിൽ പണ്ടൊക്കെ രാജാക്കന്മാർ പുരോഹിതന് വിധേയനായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പഴയ രാജാപ്പാരുടെ സിനിമയൊക്കെ കണ്ടതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. നല്ല വെളുത്ത താടിയൊക്കെ ഉള്ള ഒരാളില്ല, അത് ആസ്ഥാന പുരോഹിതനാണ്. അപ്പോൾ അദ്ദേഹം അഭിപ്രായം പറയുമെന്നുള്ളതാണ്. അപ്പോൾ അത് മതത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അങ്ങനെ മതം ഈ ഒരു പരിധി വിട്ട് ആത്മീയ അന്വേഷണം എന്നുള്ള അല്ലെങ്കിൽ മോക്ഷം, നമുക്കങ്ങനെ വേണമെങ്കിൽ പറയാം, മോക്ഷത്തിനുള്ള മാർഗം എന്നത് വിട്ട് അത് ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ഭൗതിക കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ അപകടകരമാകുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള സമൂഹത്തിൽ വല്ലാത്ത പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് മതത്തിൻ്റെ പരിധിക്കുള്ളിൽ തന്നെ നിൽക്കണം എന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വന്നു എന്നുള്ളതാണ്. നമ്മൾ മതത്തിൻ്റെ ഇപ്പോൾ യൂറോപ്പിലൊക്കെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുണ്ടാകുന്നത് രാജാവിനെയും മതത്തെയൊക്കെ എതിർത്തുകൊണ്ട് തന്നെയാണ്. ജനങ്ങൾ ഈ സ്വാതന്ത്ര്യ നിഷേധത്തിൻ്റെ ഇപ്പോൾ അറിയാം, നമുക്ക് മതനിന്ദ എന്ന് പറഞ്ഞ ഒരു കുറ്റം. പോപ്പിനെ വിമർശിച്ചാൽ മതനിന്ദ എന്ന് പറയും, ഹെറസി എന്നാണ് പറയുക. അപ്പം ജീവനോടെ ചുട്ടുകൊല്ലുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രൂണോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്
അന്ന് ഈ പറയുന്ന പോപ്പിന് വിരുദ്ധമായി അഭിപ്രായം വെച്ച് പുലർത്തിയാൽ, മതത്തിന് വിരുദ്ധമായി അഭിപ്രായം വെച്ച് പുലർത്തിയാൽ അവന് ജീവിക്കാൻ അവകാശമില്ല എന്നുള്ളൊരു തരത്തിലുള്ള അങ്ങനെ ഒരുപാട് ദുഷ്ടതകളും ഒരുപാട് ക്രൂരതകളും ഒക്കെ മതത്തിൻ്റെ പേരിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം അതിന് ഒരു 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 അതങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള സമൂഹങ്ങളിൽ മതത്തിനും പൗരോഹിത്യത്തിനും രാജാധികാരത്തിനും എതിരായി ജനങ്ങൾ സംഘടിച്ച് സമരം ചെയ്ത് അവർ സ്വാതന്ത്ര്യം നേടിയെടുക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ്. അപ്പം 1924 അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് കേരളത്തിലുണ്ടായിരുന്ന സാമൂഹ്യ അവസ്ഥ ഈ ഒരു തരത്തിൽ ഒരു സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി മതത്തിനെ വിലയിരുത്തേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മതത്തെ സംബന്ധിച്ചതുപോലെ ഒരുപാട് സംഭാഷണങ്ങൾ നടത്തുന്നു. ഗാന്ധിജി ശിവഗിരി വന്ന് ഗുരുസ്വാമിയുമായി ചർച്ച നടത്തുമ്പോൾ ഈ പട്ടികജാതിക്കാരെ കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കുന്നു. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം വേണം, അവർക്ക് സമ്പത്ത് വേണം, തൊഴിൽ വേണം, ഇതൊക്കെ നിലയ്ക്ക് പറയുന്നു. മതത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഹിന്ദുമതം ആത്മാന്വേഷണത്തിന് നല്ലതല്ലേ? അപ്പോൾ ഗുരുദേവൻ പറയുന്ന മറുപടി, മറ്റു മതങ്ങളിലും ആത്മാന്വേഷണത്തിലുള്ള മാർഗമുണ്ടല്ലോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഒരു മതത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യമില്ല. മതങ്ങൾക്കെല്ലാം ചില പൊതു സ്വഭാവങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ മത സമന്വയമാണ് മതം ഒരു സാമൂഹ്യ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് മതസമന്വയത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നതാണ്. നമുക്ക് 44, 45, 46, 47, 49 ഈ ഖണ്ഡികകളിലാണ് ഈ ഒരു മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. പൊരുതി ജയിപ്പത് അസാധ്യം അതാണ്. മതവും തമ്മിൽ പൊരുതിയാൽ ആരും ജയിക്കുന്നില്ല, അത് അസാധ്യമാണ്. വളരെയധികം ദോഷം സമൂഹത്തിനുണ്ടാകും. അതുകൊണ്ട് മതത്തെ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പല മതസാരവും ഏകമെന്ന് പാരാതുലകുരാനയിൽ അന്ധരെന്ന പോലെ പല പല യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതമർന്നു വീണം. ഇത് വളരെ വിമർശനാത്മകമായ ഒരു ഇതാണ്. പാമരന്മാർ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്, മടയന്മാർ എന്നൊക്കെയുള്ള അർത്ഥം. അപ്പോൾ ഒരു മതത്തിനെക്കുറിച്ച് ശരിയായി പഠിക്കാതെ അന്ധനാനയെ കണ്ടതുപോലെ മതം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് വിവിധ അഭിപ്രായങ്ങൾ പറയുന്നതിന് കഷ്ടമില്ല. നമ്മളതിനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. അപ്പം പല മതസാരവും ഏകം എന്നാണ്. അപ്പം മതങ്ങൾക്ക് ഒരു കർത്തവ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കടമയുണ്ട്, ഒരു പ്രയോജനമുണ്ട്. ആ പ്രയോജനം ആത്മസാക്ഷാത്കാരമാണ്. അത് എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം അതാണ്. വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സാമൂഹ്യ സാഹചര്യങ്ങളിൽ രൂപീകൃതമായ മതങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടാകാം. പക്ഷേ അവയുടെ അന്തസത്തയിൽ അവ ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പം മതങ്ങളെ ആ നിലയ്ക്ക് നമ്മൾ വിലയിരുത്തുകയും അങ്ങനെ അതിനെ അഭിസംബോധന ചെയ്യുകയും വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ഇതിൻ്റെ ഒരു ആശയം? മതത്തെ സംബന്ധിച്ച് സത്യവ്രത സ്വാമികൾ നടത്തിയ സ്വാഗത പ്രസംഗത്തിൻ്റെ ആശയം എന്താണെന്നുള്ളതാണ്. മതങ്ങളെ പലതും ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാനീ പറഞ്ഞതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏത് മതമാണ് നല്ലത് എന്ന് രാമന് വേണ്ടി കൃഷ്ണൻ ആലോചിക്കാതെ മതങ്ങളെക്കുറിച്ച് മൊത്തം മനസ്സിലാക്കിയിട്ട് കൃഷ്ണന് വേണ്ടി കൃഷ്ണനും രാമന് വേണ്ടി രാമനും തീരുമാനിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ പറയുന്നത് നമ്മൾ ജനിച്ചു വളർന്ന വീട്ടിൻ്റെ സാഹചര്യത്തിലുള്ള മതമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെ വരാൻ വഴിയുള്ളൂ. അല്ലെങ്കിൽ അപൂർവം ചിലർ അല്ലാതെ മാറിപ്പോകുന്നുണ്ട്. അപ്പം രാമന് നല്ലത് ഏതാണെന്ന് രാമൻ അറിയാം. അപ്പോൾ മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ രാമന് വേണ്ടി കൃഷ്ണന് വേണ്ടി രാമൻ തീരുമാനിക്കണ്ട, രാമന് വേണ്ടി രാമൻ തന്നെ തീരുമാനിക്കണം. അങ്ങനെ ഓരോരുത്തർ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ രാമന് വേണ്ടി രാമനും കൃഷ്ണന് വേണ്ടി കൃഷ്ണനും തീരുമാനിക്കാനുള്ള അവസ്ഥ ഉണ്ടാകണം. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള മതം തീരുമാനിക്കാൻ പറ്റും എന്നതാണ്. പിന്നെ മതങ്ങളെക്കുറിച്ച് അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഈ വിവിധ ആരോഗ്യ സംവിധാനങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഈ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ചികിത്സ നമ്മൾ നടത്തുന്നു. മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? മനഃശാസ്ത്രജ്ഞന്മാരെ കാണുന്നു, അല്ലെങ്കിൽ അതിനെ വൈദികരെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്.
വൈദിക വൃത്തി, വൈദികരെ നമ്മൾ കാണുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ ആരോഗ്യവും അതുപോലെ നമ്മുടെ പൊതു ധാർമ്മികതയും എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു പൊതുവായ ധാരണയുണ്ടെങ്കിൽ നമുക്ക് മതങ്ങളെ ഒരുപോലെ കാണാൻ കഴിയുന്നതാണ്. അപ്പം നമുക്ക് ഇപ്പം അലോപ്പതി ചികിത്സ, അലോപ്പതി, ആയുർവേദം, യുനാനി, ഇങ്ങനെ പല ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. അലോപ്പതി യൂറോപ്യന്മാർ കണ്ടുപിടിച്ചത് കൊണ്ട് ഇവിടെയുള്ള ബ്രാഹ്മണരോ മറ്റുള്ളവരോ ആ ചികിത്സ സ്വീകരിക്കാതിരിക്കുന്നില്ല. അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ ആ ചികിത്സ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള അഷ്ടാംഗ ഹൃദയം മനസ്സിലാക്കാനും വായിക്കാനും, അതൊരു ബൗദ്ധ കൃതിയാണ്, വായിക്കാനും അതിനനുസരിച്ച് ചികിത്സ ചെയ്യാനും വെളിയിലുള്ളവരും തയ്യാറാകുന്നുണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ ഈ എന്താണ് ഹെൽത്ത് ടൂറിസം ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ചികിത്സ നടത്തിയിട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാം, ഇതെല്ലാം സ്വീകരിക്കാം. ഓരോ ചികിത്സാ സമ്പ്രദായവും വ്യത്യസ്തമാണ്, കണ്ടുപിടിച്ചത് പിന്നെ വേറെ ആളുകളാണ്. അതുകൊണ്ട് നമ്മളത് നിഷേധിക്കുന്നില്ല. നമ്മളാരും ഈ യൂറോപ്യന്മാരെ കണ്ടുപിടിച്ച അലോപ്പതി വേണ്ടാന്ന് പറയുന്നില്ല. അതുപോലെ നമ്മൾ കണ്ടുപിടിച്ച ആയുർവേദം വേണ്ടാന്ന് യൂറോപ്യന്മാരും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് എല്ലാ മതങ്ങളെയും ഒന്നുപോലെ കണ്ടുകൂടാ? ഇങ്ങനെയൊക്കെ എടുത്തു പറയുന്ന ചില ഒരു രീതിയാണ് ആ സ്വാഗത പ്രസംഗത്തിൽ ഉള്ളതെന്നുള്ളതാണ്. ഈ സത്യവ്രത സ്വാമികൾ പറഞ്ഞ സ്വാഗത പ്രസംഗത്തിൽ ഉള്ളത് ആ നിലയ്ക്കുള്ള ഒരു വിലയിരുത്തലാണെന്നുള്ളതാണ്. അപ്പോൾ ഈ മതം ഒരു വളരെ വിമർശനാത്മകമായി അതിനകത്ത് പറയുന്നുണ്ടെന്നുള്ളതാണ്. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച തരത്തിലുള്ള ഒരു മതത്തിന് വിമർശിക്കുന്ന ഒരു ഈ പറയുന്ന മത സാമ്രാജ്യം ഉണ്ടാക്കുന്ന അതാണ് കുഴപ്പമെന്നുള്ള നിലയ്ക്ക് പറയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ നിലയ്ക്ക് നമ്മൾ ഈ സ്വാഗത പ്രസംഗത്തെ, അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തെ നമുക്ക് വിലയിരുത്തുവാൻ കഴിയും. അതുപോലെ ഈ എല്ലാ സമ്പ്രദായങ്ങളെയും എല്ലാ മതങ്ങളെയും ഒരുപോലെ മനസ്സിലാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില പ്രായോഗികമായ സംവിധാനങ്ങൾ വേണം എന്നൊരു നിഗമനത്തിലെത്തി. അതുകൊണ്ടാണ് ഗുരു അവസാനം പറയുന്നത് നമ്മൾ ഒരു സർവ്വമതങ്ങളെയും കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പാഠശാല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. അതിന് സംഭാവന നൽകണമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മതങ്ങൾക്കും പറയാനുള്ളത് കേട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ധാരണയിലാണ്. ഇനി നമ്മൾ ഇന്നത്തെ കാലത്ത് വന്നാൽ, ഇന്നത്തെ നിലവാരത്തിൽ നമ്മൾ വന്നാൽ, ഈ ഒരു സംഭവം 1924 ഈ സംഭവം 2024 നമ്മൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ മതം കാട്ടിക്കൂട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള എത്രയോ കുഞ്ഞുങ്ങളെ, എത്രയോ ആളുകളെ ഈ അടുത്ത് ഇപ്പം തന്നെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മതത്തിൻ്റെ പേരിലുള്ള. അതുപോലെ തന്നെ മതത്തിൻ്റെ പേരിലുള്ള തീവ്രവാദം നമ്മൾ മനസ്സിലാക്കിയാൽ എത്രയോ ആളുകളെ ഈ ബോംബിട്ടുമൊക്കെ നശിപ്പിച്ചു കളയുന്നുണ്ട്. അപ്പം മതത്തെ ശരിയായി മനസ്സിലാക്കാതെ മതത്തിനെ അധികാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ മതത്തിൻ്റെ ഈ ഫണ്ടമെൻ്റലിസം, അതിൻ്റെ ഒരു എന്താ പറയുക, കാലത്തിനനുസരിച്ച് മതത്തിൽ പരിവർത്തനം ഉണ്ടാകാത്തതിൻ്റെ ഫലമായി ചില ആളുകൾ നിയന്ത്രിക്കുന്ന രീതിയിൽ മതം പോകുന്നുള്ളതാണ്. അതെല്ലാ മതത്തിനും അത് ബാധകമാണ്. ഒരു മതത്തിനൊന്നല്ല, എല്ലാ മതത്തിനും അത് ബാധകമാണെന്നുള്ളതാണ്. ഒരു മതതത്വങ്ങളുടെ ഒരു എന്താണ് പറയുക, ഒരു എല്ലാ കാലത്തേക്കും വേണ്ടിയുള്ളതാണ് ഈ മതതത്വങ്ങൾ എന്ന ഒരു നിർബന്ധ ബുദ്ധി എല്ലാ മതങ്ങളുടെയും അനുയായികൾക്ക് ഉണ്ട് എന്നുള്ളത് നമ്മളെ ഈ സാധാരണ നമ്മുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. എല്ലാ മതങ്ങൾക്കും അങ്ങനെയുണ്ട്. ഹിന്ദു മതത്തിൻ്റെ ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവർ അവരതിന് കടുകിട വ്യത്യാസം വരുത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ മതങ്ങളിലെയും നമുക്ക് കാണാൻ കഴിയും. ഒരു ഫണ്ടമെൻ്റലിസ്റ്റുകളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് ഒരു മതപരിവർത്തന മതത്തെ നവീകരിക്കുവാനുള്ള ശ്രമങ്ങൾ അതാത് മതത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകണമെന്നുള്ളതാണ്. മതങ്ങൾ തമ്മിൽ ഒരു അന്യോന്യമുണ്ട്. മതങ്ങൾ തമ്മിൽ ഒരു ആദാന പ്രദാനം എന്നുള്ള നിലയ്ക്ക് കൊടുക്കൽ വാങ്ങലുകളുണ്ട്. ചില മതങ്ങളുടെ പ്രവർത്തന രീതി, പ്രവർത്തന ശൈലിയൊക്കെ മറ്റു മതങ്ങൾ സ്വീകരിക്കാറുണ്ട്. മാത്രമല്ല പലപ്പോഴും മതം മാറി വരുന്ന ആളുകൾ മതം മാറ്റത്തിന് മുമ്പുണ്ടായിരുന്ന അവരുടെ സാമൂഹിക അവസ്ഥയും അവരുടെ സ്വഭാവവിശേഷങ്ങളും ആചാരങ്ങളും ഒക്കെ നിലനിർത്താൻ ശ്രമിക്കും. അങ്ങനെയും വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ നോക്കിയാലും, ഇന്നത്തെ ഒരു ആലോചന നോക്കിയാൽ, ലോകത്തെ മൊത്തം എടുത്താൽ
മതങ്ങൾ ഒരുപാട് ദ്രോഹം അല്ലെങ്കിൽ ഒരുപാട് ക്രൂരത മതത്തിൻ്റെ പേരിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ രാജ്യവും അതിന് അപവാദമല്ല. നമുക്കറിയാം, ഈ അടുത്ത കാലത്തും നമ്മൾ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പും ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണം ഉണ്ടായിരുന്നു. മതത്തിൻ്റെ പേരിലുള്ള ഒരു ആക്രമണമാണെന്നുള്ളത് അത് പലപ്പോഴും കാണുന്നുണ്ട്. നമ്മൾ ഇതൊന്നും അറിയാതെ രാജ്യത്തിൻ്റെ ഈ തെക്കേ അറ്റത്ത് നമ്മൾ ഒരു സാമൂഹ്യ സംഘർഷങ്ങളൊന്നും വലുതായിട്ട് അനുഭവപ്പെടാതെ ജീവിക്കുന്നുണ്ട്. നമ്മളിതിനെക്കുറിച്ച് അറിയുന്നില്ല എന്നുള്ളതാണ്. സാമൂഹ്യ സംഘർഷങ്ങൾ കുറവുള്ള ഒരു മേഖലയിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അത് 1924 ഈ സമ്മേളനത്തിനും ഇങ്ങനെ ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു പങ്കുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തികച്ചും നമ്മൾ നോക്കിയാൽ മതത്തെ അതിൻ്റെ അത് കഴിഞ്ഞില്ല, മതവും രാഷ്ട്രീയവുമായിട്ടുള്ള ബന്ധം നമ്മൾ എടുക്കുക. ഇന്നത്തെ നിലയ്ക്ക് നമ്മൾ നോക്കിയാൽ ഈ സർവമത സമ്മേളനത്തിൽ കൃത്യമായി മതം രാഷ്ട്രീയ വിമുക്തമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ അതിന് പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത് സെക്കുലറായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ സെക്കുലറിസത്തിൽ അല്ലെങ്കിൽ സെക്കുലറായിരിക്കണം. രാഷ്ട്രീയ കാര്യങ്ങളിൽ മതം ഇടപെടാൻ പാടില്ല, മതത്തിനൊരു റോളും ഇല്ല, മതം അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടരുത്. ഇതാണ് സെക്കുലർ എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം മതം വളരെ ശക്തമായൊരു സാമൂഹിക സ്ഥാപനമാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഈ മേഖലയിൽ അതിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല. പക്ഷെ സെക്കുലറിസം എന്ന് പറയുന്ന ഒരു മതനിരപേക്ഷമായ ഒരു സാമൂഹ്യ വീക്ഷണം, മതനിരപേക്ഷമായ സാമൂഹ്യ വീക്ഷണം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മതം, ഓരോരുത്തർക്കും അവരവരുടെ മതം, ഈ മതം നമ്മൾ എവിടെ രാജ്യകാര്യങ്ങളിൽ ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ രാജ്യകാര്യങ്ങളിൽ മതത്തെ കൊണ്ടുവരുന്നില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ സെക്കുലറിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരിക. അപ്പോൾ നമുക്കിവിടെ പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പലരും ഈ സെക്കുലറിസത്തോടുള്ള സമീപനം പല തരത്തിലാണുള്ളത്. പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു മതരാഷ്ട്രവാദമുണ്ട്, മതവിമുക്തമായ രാഷ്ട്രം വേണമെന്ന് പറയുന്നവരുണ്ട്. നമ്മളിങ്ങനെ ഈ ഒരു ചിന്താമണ്ഡലത്തിൽ നമുക്കിതെല്ലാം കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ പൊതുതിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ മേലധ്യക്ഷന്മാരെയൊക്കെ കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങുന്ന പടമൊക്കെ ഇങ്ങനെ പത്രത്തിലടിച്ചു വരാറുണ്ട്. മതത്തെ സ്വാധീനിക്കുക അല്ലെങ്കിൽ മതത്തിലുള്ള വിശ്വാസത്തെ സ്വാധീനിക്കുക എന്നുള്ളത് തന്നെയാണ് വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ വരുന്നുണ്ട്. അത് പലരെ ആ നിലയ്ക്ക് കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നമ്മളെ മതത്തിൻ്റെയും ജാതിയുടെയും ഒരു സ്വാധീനമുണ്ട് എന്ന ഒരു വിലയിരുത്തൽ ഇപ്പോൾ നടക്കുകയാണ്, ചർച്ച നടക്കുകയാണ്. ഒരു പ്രത്യേക വിഭാഗക്കാർ മാറി വോട്ട് ചെയ്തു എന്ന് പറഞ്ഞൊരു പ്രചരണവും ചർച്ചയും നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സെക്യുലറിസത്തിന് വിരുദ്ധമായി മതം പറയുകയും മതധർമ്മം അല്ലെങ്കിൽ മതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ളൊരു സമൂഹം നമുക്ക് നിലനിർത്തുവാൻ കഴിയുകയില്ല. മതവിശ്വാസം ഒരു അത്യാവശ്യ ഘടകമാണോ? മതത്തിൽ വിശ്വസിക്കാതെ ആർക്കെങ്കിലും ജീവിക്കാൻ കഴിയുമോ? മതനിരാസം വേണം. അപ്പം ഈ ഗുരുസ്വാമികളുടെ പ്രവർത്തന ഫലമായി നമുക്കുണ്ടായിട്ടുള്ള ഒരു പരിവർത്തനം എന്ന് പറയുന്നത് മതത്തിനെ പൊതുജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ മനോഭാവം നമുക്കുണ്ടായിരുന്നതാണ്. ആ സാമൂഹ്യ മനോഭാവത്തിന് ഉടച്ചിൽ തട്ടുന്നുണ്ടോ, അതെപ്പോഴും നിലനിർത്താൻ കഴിയുന്നുണ്ടോ, മാറുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം എന്ന് പറയുന്നത്. അപ്പം മതത്തെ പൊതുജീവിതത്തിൻ്റെ മത കാഴ്ചപ്പാടിലുള്ള പൊതുനയം രൂപീകരിക്കുന്നത് ഉചിതമല്ല. വിവിധ മതങ്ങളുള്ള ആളുകൾ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ചും ഭൂരിപക്ഷ മതം ആ നിലയ്ക്ക് വരുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ സമീപ ഭാവിയിലൊക്കെ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടുന്ന ഒരു ചോദ്യമായി മാറുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ നിലയ്ക്ക് മതത്തെ രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ഒരു തലത്തിൽ നടക്കുന്നുണ്ട്. അത് ആശാസ്യമാണോ, ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ആലോചിക്കേണ്ട പ്രശ്നമാണ്. പക്ഷെ ഈ എല്ലാവരും ആത്മസുഖത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും അവനവൻ്റെ ആത്മസുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ പ്രവർത്തിച്ച് ആത്മസുഖം നേടാൻ ഉള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും അനുവദിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേക മതത്തിന് ഒരു പ്രാധാന്യം വരുന്നില്ല എന്നതാണ്. എല്ലാ മതങ്ങളെയും ഒന്നുപോലെ കാണുക, എല്ലാ മതതത്വങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക,
എല്ലാ മതതത്വങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമുക്കൊരു നല്ല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മതദ്വേഷമില്ലാത്ത ഒരു സമൂഹം, പരസ്പര ബന്ധം, മതദ്വേഷമില്ലാത്ത പരസ്പര ബന്ധം നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നതാണ്. അപ്പം എല്ലാ മതങ്ങളായി തന്നെ അംഗീകരിക്കുകയും സാമൂഹ്യ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുകയും അതേസമയം ഒരു മതത്തോടും പ്രത്യേകിച്ച് ഒരു മതത്തിനും പ്രത്യേകിച്ച് മേൽക്കൈ ഇല്ലാത്ത ഒരു വിശ്വാസ രീതിയോ ആചാരക്രമമോ അല്ലെങ്കിൽ ഭരണ സംവിധാനമോ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ അരുവിപ്പുറത്ത് എഴുതി വെച്ച ജാതിഭേദമില്ലാത്ത മതദ്വേഷമില്ലാത്തതും സാഹോദര്യം പുലരുന്നതുമായ ഒരു സമൂഹത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുക. അപ്പോൾ ഓരോരുത്തരും നമ്മൾ സാധാരണഗതിയിൽ ഈ ന്യൂനപക്ഷ മതം എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ നടക്കാറുണ്ട്. ന്യൂനപക്ഷ വ്യത്യാസം മതത്തിൻ്റെ പേരിൽ നമ്മൾ കാണുന്നുണ്ടെന്നുള്ളതാണ്. അത് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട്. ഈ അടുത്ത കാലത്തും അത്തരം ചർച്ചകൾ വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ന്യൂനപക്ഷത്തെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് ഭൂരിപക്ഷം മാറി ചിന്തിക്കുന്നു എന്നൊക്കെയുള്ള വാദഗതികൾ വരുന്നുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിനകത്ത് വരുന്ന കാര്യങ്ങളാണെങ്കിലും മതങ്ങളവിടെ എന്ത് ചെയ്യുന്നു, മതങ്ങൾക്ക് പ്രാധാന്യം കിട്ടുന്നു എന്നുള്ളതാണ്. മതങ്ങൾക്ക് ആ നിലയ്ക്ക് പ്രാധാന്യം കിട്ടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ മതങ്ങളെയും സമഭാവനയോടുകൂടി കാണാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകണം. അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് 1924 ഗുരുദേവൻ്റെ നിർദ്ദേശത്തിൽ ഇങ്ങനെ ഒരു സർവമത സമ്മേളനം അദ്വൈതാശ്രമത്തിൽ വിളിച്ചു കൂട്ടുകയും അതിൻ്റെ ഒരു പരിണിതി എന്നുള്ള നിലയ്ക്ക് മതങ്ങളുടെ അന്തസ്സത്തെ മനസ്സിലാക്കി എല്ലാവർക്കും എല്ലാ മതങ്ങളെയും മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. അത് എത്രത്തോളം നടന്നു, പിന്നെ മാറിയെന്നൊക്കെയുള്ളത് നമ്മൾ ആലോചിക്കുക. ഈ ആലുവായിൽ അദ്വൈത ആശ്രമം സ്ഥാപിക്കുമ്പോൾ അവിടെ ഒരു പ്രതിഷ്ഠയും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഗുരു അവിടെ ഒരു പ്രതിഷ്ഠയും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് അദ്വൈതാശ്രമത്തിൽ. അപ്പോൾ അവിടെ ഒരു ഭൗതികമായ ചർച്ചയ്ക്കും മറ്റൊക്കെ താല്പര്യം കൊടുക്കുന്ന ഒരു ആശ്രമം എന്നുള്ള നിലയ്ക്കാണ് ഗുരു അതിനെ കണ്ടിരുന്നത് എന്നുള്ളതാണ്. പക്ഷെ അവിടെ വെച്ച് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഈ സമ്മേളനം, സർവമത സമ്മേളനം, അതിൻ്റെ ഒരു ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഒരു ബുക്ക്ലെറ്റൊക്കെ ഇവിടെ തന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അതുപോലെ തന്നെ 2-3-4 ജില്ലകളിൽ അതിൻ്റെ ഒരു വലിയ സമ്മേളനങ്ങൾ വിളിച്ചു ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോഴും മതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമായ ധാരണയുണ്ടോ, അതിൽ ധാരണയിൽ എത്തിച്ചേർന്നു. മതങ്ങളോട് തുല്യ അകലം പാലിച്ച് അല്ലെങ്കിൽ തുല്യ നീതി പാലിച്ച് നമുക്ക് മതങ്ങളെ സമീപിക്കാൻ കഴിയുന്നുണ്ടോ? അതോ നമ്മൾ നമ്മുടെ മതമാണ് നല്ലത് എന്ന വിശ്വാസത്തിലാണോ ഇപ്പോഴും നിൽക്കുന്നത്? ഇതിന് ഉത്തരമായിട്ടാണ് ഗുരുദേവൻ ഇങ്ങനെ ഒരു സർവമത സമ്മേളനം. അവിടെ ഈ ആശയങ്ങൾ തമ്മിലുള്ള സംഘടന, ആശയങ്ങൾ തമ്മിലുള്ള പോരാണ് നടന്നത്. ആശയങ്ങൾ തമ്മിൽ എന്ന രീതിയിൽ ഇന്നതാണ് എൻ്റെ മതം ഇന്നതാണെന്നുള്ളത്. അപ്പോൾ ആ നിലയ്ക്കുള്ള ആശയ സംഘടനമാണ് അവിടെ നടന്നതെങ്കിൽ മതസങ്കരങ്ങൾ ഒരു എന്താ പറയുക, ഈ മതങ്ങൾ തമ്മിലുള്ള ബഹളം അല്ലെങ്കിൽ തമ്മിലടി, അത് പലപ്പോഴും മതവർഗീയത നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ഇതാണ്. എന്തായാലും നമുക്ക് കേരളത്തിൽ ഈ മാറാട് കഴിഞ്ഞിട്ട് ഇതുവരെ പ്രശ്നമൊന്നുമില്ല ഇരിക്കുകയാണ്. മാറാട് ഒരു കലാപം എന്ന് വെച്ചാൽ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരിക്കുന്നതാണ്. അപ്പോൾ മതവർഗീയത, മതസ്പർദ്ധ, മതത്തിൻ്റെ പേരിലുള്ള ബഹളം, മതത്തിൻ്റെ പേരിലുള്ള മത്സരം, ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ മതസമന്വയം ആവശ്യമാണ്. ഈ മതസമന്വയത്തിന് ഗുരുദേവൻ്റെ ആശയപ്രചരണ രംഗത്ത് നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക്, പഠിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്കതിനകത്ത് വളരെയധികം ഒരു പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുവാനും എല്ലാ മതങ്ങളുടെയും മതവിശ്വാസികളെ ബഹുമാനിക്കുവാനും എല്ലാ മതവിശ്വാസികളോടും സൗഹാർദ്ദത്തിലും പുലരുവാനും
ഉള്ള ഒരു പൊതു മനസ്സ് ഉണ്ടാക്കിയെടുക്കുവാൻ ഈ സർവമത സമ്മേളനത്തിൻ്റെ സന്ദേശങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമൂഹിക അനുഭവം കഴിഞ്ഞ 100 വർഷമായി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, കേരളത്തിൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കിയാൽ ഇത്തരം ഒരു വളരെയധികം പ്രസക്തി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മതവിശ്വാസത്തിന് ചില ചില്ലറ അപൂർവം ചില അപവാദങ്ങളുണ്ടാകാം, ചില വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചില പ്രത്യേക ഒരു സംഘടനകളൊക്കെ ഉണ്ടാകാം. അതിനപ്പുറം ഒരു മതസമന്വയം അല്ലെങ്കിൽ മതസമഭാവന, സർവമത സമഭാവന എന്നുള്ള നിലയ്ക്കുള്ള ഒരു മനോഭാവം കേരളീയരുടെ ഇടയ്ക്കുണ്ട്. അതിന് വാസ്തവത്തിൽ ഇത്തരം സമ്മേളനങ്ങൾ ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ എടുത്തു കാണേണ്ടത് ആണ്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനമായി ഈ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നതെന്ന് അവിടെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ളത്. അപ്പോൾ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഈ 1888 അരുവിപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ രേഖപ്പെടുത്തിയ ഗുരു 1924 ഇങ്ങനെയാണ് അതിൻ്റെ കവാടത്തിൽ രേഖപ്പെടുത്തുവാൻ പറഞ്ഞത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ മതങ്ങളാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിശ്വാസത്തെ പിന്തുടരുമ്പോൾ തന്നെ നമ്മുടെ സഹജീവിയുടെ വിശ്വാസത്തെയും ബഹുമാനിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ വാർത്തകളൊക്കെ കാണാറുണ്ട്, ചില അപൂർവം വാർത്തകൾ വരാറുണ്ട്. ഈ ദേവി എഴുന്നള്ളിച്ച് പോകുമ്പോൾ മദ്രസയിൽ സ്വീകരണം കൊടുക്കുന്നതായിട്ട്. അതുപോലെ തന്നെ ഈ മദ്രസകളിലെ ഈ ആഘോഷം നടക്കുമ്പോൾ അമ്പലക്കാരെ സഹകരിക്കുന്നതായിട്ട് കാണാം. അത് കേരളത്തിലെ അപൂർവതയാണ്. ആ നിലയ്ക്ക് നമ്മളതിനെ കാണുക എന്നതാണ്. അപ്പോൾ സമൂഹത്തിലെ വളരെ കുസൃതിയുള്ള അല്ലെങ്കിൽ മതത്തിൻ്റെ തണലിൽ അധികാരം നേടണമെന്നുള്ള ആളുകൾ അവരുടെ ശ്രമപരമായിട്ടുണ്ടാകാവുന്ന കൊച്ചു കൊച്ചു കുസൃതികൾ ഒഴിച്ചാൽ പരക്കെ നമുക്ക് ഒരു മനുഷ്യന് ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ഥലമായി നമ്മുടെ സമൂഹം നിലനിൽക്കുന്നതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞതാണ്. വാദിക്കാനും ജയിക്കാനും എളുപ്പമാണില്ലേ, വാദിക്കുക എന്നുള്ളതാണ്. ഞാനാണ് വലുത്, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസമാണ് വലുത്, എൻ്റെ പ്രസ്ഥാനമാണ് വലുത് എന്നുള്ളത്. ഒരു സഹോദര മനോഭാവത്തിൽ നിങ്ങളെന്താണ്, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് കേൾക്കുവാനും ആ നിലയ്ക്കാണ് അറിയാനും അറിയിക്കാനും ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് സാമൂഹ്യ ദുരന്തങ്ങൾ ഒഴിവായി കിട്ടുമെന്നുള്ളതിന് ഒരു തെളിവായി നമുക്കിതിനെ കാണാവുന്നതാണ്. നേരത്തെ അതിനെ സൂചിപ്പിച്ചതുപോലെ ഗുരുദേവൻ നമുക്ക് നൽകിയ ചില നല്ല വചനങ്ങളാണ്. ഇത് ആരെങ്കിലും അപൂർവമായിട്ട് കാണുന്നുണ്ട്. വാദിക്കാനും ജയിക്കാനുമില്ല, അറിയാനും അറിയിക്കാനുമാണ്. നമ്മളിവിടെ ഒത്തുകൂടുന്നത് ആ നിലയ്ക്കാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അഹന്ത മാറ്റിവെച്ചിട്ട് പരസ്പരമുള്ള ആശയ സംവാദത്തിന് സ്കോപ്പ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അത് എല്ലാ സാഹചര്യത്തിലും ബാധകമാണെന്നുള്ളതാണ്. ഞാൻ പിടിച്ച മുയലിനെ കൊമ്പ് 4 എന്ന് ഒരു മനോഭാവം കൊണ്ട് നടക്കുമ്പോഴാണ് നമുക്ക് ഇത് പറ്റാതെ വരുന്നത്. സൗകര്യാർത്ഥം ക്ഷമയോടുകൂടി അല്ലെങ്കിൽ അതിനെന്താ പറയുക, ഒരു പരസ്പര ബഹുമാനത്തോടു കൂടി ആശയവിനിമയം നടത്താൻ കഴിയാതെ വരുന്നതാണ്. അതേസമയം ഒരാളിന് പറയാനുള്ളത് കേൾക്കുകയും അതിന് മറുപടി പറയുകയും അതിന് ബദൽ പറയുകയും ആ പറയുന്നതിന് തിരുത്താവശ്യം വന്നാൽ തിരുത്തുകയും ചെയ്യുമ്പോഴാണ് അറിയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സർവമത സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യമായി ഗുരു കുറിച്ചിട്ടത് ഇന്നും പ്രസക്തമാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണെന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ സത്യവ്രത സ്വാമികളുടെ ഒരു സ്വാഗത പ്രസംഗം. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. മതങ്ങൾ എങ്ങനെയായിരിക്കണം, മതങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സമ്മേളന അവസാനം ഗുരുദേവൻ നടത്തിയ പ്രഖ്യാപനമാണ് എല്ലാ മതങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം ആരംഭിച്ചാൽ നന്നായിരിക്കും, അതിനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നുള്ളത്. അപ്പോൾ ഇത് പലപ്പോഴും ഈ സെമിനാറുകളിലെല്ലാം പഠിച്ചിറങ്ങുന്ന ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, എല്ലാ മതങ്ങളെക്കുറിച്ചും അവിടെ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ട സന്ദേശം എന്തായിരിക്കണം എന്നതാണ്. മതം ആവശ്യമുള്ളവർക്കാകാം, അല്ലെങ്കിൽ മതം ഇന്നതാണ്. മതത്തിനെ എന്ത് വരാൻ പാടില്ല, വർഗീയമാകാൻ പാടില്ല.
അപ്പോൾ മതവർഗീയതയിലേക്ക് മതം പോവുകയാണെങ്കിൽ മതം അതിൻ്റെ വിശുദ്ധിയിൽ നിന്നും വ്യതിചലിക്കുകയാണ്. മതവർഗീയതയിലേക്ക് പോകുമ്പോൾ മതം അതിൻ്റെ വിശുദ്ധിയിൽ നിന്നും വ്യതിചലിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം മതം നമുക്ക് ആത്മബോധവും വിശ്വാസവും ധൈര്യവും ഒക്കെ തരാൻ നമുക്ക് ഒരു 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 എന്താണ് പറയുക, ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അങ്ങനെയും ആകാമെന്നുള്ളതാണ്. പക്ഷേ ഈ മതങ്ങൾ തന്നെ സമൂഹത്തിൽ പരിവർത്തനം വരുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ മതങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഈ സെമിറ്റിക് മതങ്ങൾ. സെമിറ്റിക് മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മതഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മതം. സെമിറ്റിക് മതങ്ങൾ അവയുടെ രീതിയും അവയുടെ ആലോചനകളുമൊക്കെ ഈ അതിൻ്റെ വിശ്വാസികൾക്ക് ക്ഷേമം ഉണ്ടാകണം എന്ന കരുതലോടുകൂടിയാണ് ചെയ്യുന്നത്. സെമിറ്റിക് മതങ്ങളിൽ നമുക്കത് പ്രത്യേകിച്ച് കാണാൻ പറ്റും. അപ്പോൾ പ്രധാന ഇസ്ലാമായാലും ക്രിസ്ത്യാനിറ്റി ആയാലും അവർ നിശ്ചിത സമയങ്ങളിൽ ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടുകയും കൂട്ടമായി പ്രാർത്ഥിക്കുകയും അവിടെ ഇരുന്ന് അതിലെ ഓരോ അംഗത്തിൻ്റെയും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. സെമിറ്റിക് മതങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നു. ഹിന്ദുമതം അങ്ങനെ ഒരു പ്രത്യേക പ്രവാചകനിൽ നിന്നുണ്ടായതല്ല. അതുകൊണ്ട് തന്നെ അതിലൊരുപാട് ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതിനൊരു സംഘടനാപരമായ ദൃഢതയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും വളരെ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നതാണ്. ഈ സെമിറ്റിക് മതങ്ങൾക്കൊരു ദോഷവുമുണ്ട്. മതത്തിന് പുറത്തു പോയാൽ അല്ലെങ്കിൽ മതം ധിക്കരിച്ചാൽ മതത്തിന് പുറത്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്. ഒരു പ്രത്യേക മതം എന്നുള്ള നിലയ്ക്ക് നമുക്കിവിടെ ഫ്രീഡം ഉണ്ട്. അപ്പം സെമിറ്റിക് മതങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ കോട്ടങ്ങൾ ഊരുവിലക്കുക എന്നൊക്കെ പറഞ്ഞ ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും. മതത്തിൽ പുറത്തേക്ക് പോകേണ്ടി വരുന്നതാണ്. അപ്പോൾ മതത്തെ ഒരു എന്താണ് പറയുക, ഒരു ലിമിറ്റഡ് തികച്ചും വ്യക്തിപരമായ വിശ്വാസമാക്കി മാറ്റിക്കൊണ്ട് മതമെന്ന സ്ഥാപനം നൽകുന്ന ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മതവിശ്വാസി എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വങ്ങളെ അറിയാൻ ശ്രമിക്കണം. അങ്ങനെ അറിയുമ്പോൾ ഈ മതങ്ങൾ തമ്മിൽ അടിസ്ഥാനപരമായി വ്യത്യാസങ്ങളില്ല എന്ന് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെടുന്നതിനെയാണ് ഒരു മതം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു മതം എന്ന് പറയുന്നത് ഈ മതങ്ങൾക്ക് ഉപരിയായിട്ടുള്ള ഒരു ബോധ്യപ്പെടലാണ്. ആ മതങ്ങൾക്ക് ഉപരിയായിട്ടുള്ള ബോധ്യപ്പെടൽ ആണ് ഒരു മതം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മതം, എല്ലാ മതങ്ങളുടെയും നിലനിൽപ്പിനെയും എല്ലാ മതങ്ങളുടെയും പ്രവർത്തനത്തെയും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ശൈലി അല്ലെങ്കിൽ ജീവിത രീതി, അങ്ങനെ കാണുന്ന ഒരു മതം. ആ മതത്തെയാണ് ഈ ഒരു മതം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞത്. അപ്പോൾ അതൊരു ബോധ്യപ്പെടലാണ്. മതമെല്ലാം നമ്മൾ മതത്തിൻ്റെ ധർമ്മം, മതത്തിൻ്റെ ഗുണം, ദോഷം ഇതെല്ലാം വിലയിരുത്തി നമ്മൾ അറിയുക എന്നതാണ്. 1924 ഗുരുദേവൻ വെച്ചുകൂട്ടിയ ഈ സമ്മേളനം അപൂർവമാണ്. ഇന്ത്യയിലെ തന്നെ, ഏഷ്യയിലെ തന്നെ ആദ്യത്തെയാണ്. അതിന് ഒരുപാട് വിലയിരുത്തലുകളും പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്നതിൽ, നമ്മളെ ഈ സമാധാനവും അതുപോലെ തന്നെ ഒരു മതനിരപേക്ഷ ജീവിതക്രമം ഉണ്ടാക്കിയെടുക്കുന്നതിനൊക്കെ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത ആളുകൾ ആ നിലയ്ക്ക് നമ്മളതിനെ വിലയിരുത്തുക എന്നുള്ളതാണ്. ഇത്രയാണ് എനിക്ക് പറയാൻ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി മതങ്ങളെ സമീപിച്ചാൽ നമുക്ക് നന്മയുണ്ടാകും, പരസ്പര വിശ്വാസം ഉണ്ടാകും, സ്നേഹം ഉണ്ടാകും. അതിലേക്ക് കാണാൻ കഴിയും. കാര്യം മതിയല്ലോ. സർവമത സമ്മേളന ശതാബ്ദിയുടെ ഭാഗമായി നമ്മുടെ അന്തർദേശീയ പഠന കേന്ദ്ര ഡയറക്ടർ നടത്തിയ പ്രഭാഷണം നമ്മൾ തന്നെ ശ്രദ്ധിച്ചു.
നമ്മളെ ഇവിടെ ഇരിക്കുന്ന ഇത് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ച് തന്നെ പഴക്കമുണ്ട് ഈ മതേതര കാഴ്ചപ്പാടിൽ നമ്മുടെ ഇല്ലെന്ന്. ശ്രീനാരായണ ഗുരു നമുക്ക് ഉപദേശിച്ച് തന്ന മതേതരത്വത്തിൻ്റെ ആ കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കുന്നതിന് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടേതായ പ്രായത്തിനോളം പഴക്കമുണ്ട്. പക്ഷെ നമ്മൾ ഈ മതേതരത്വത്തെ എത്രമാത്രം നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നു, ലാളിക്കുന്നു, മതേതരത്വം എങ്ങനെ കാണും, മതേതരത്വത്തെ എങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുന്നു, കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് നമ്മളൊന്ന് പുനർചിന്തനം നടത്തണം. എൻ്റെ ഒരു അനുഭവം പറയാം. നമ്മുടെ ഇത് ഞാൻ പറയാൻ കാരണം, ഈ പ്രദേശത്ത് കൂടുതലും ശ്രീനാരായണ ഗുരുവിൻ്റെ ഭക്തന്മാരാണ്, ഗുരുവിനോട് വളരെയധികം ആഭിമുഖ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊലത്തൂർ ക്ഷേത്രത്തിൽ ഒരു 2020 നടന്ന പൊതുയോഗത്തിൽ 230 പേര് പങ്കെടുത്തിരുന്നു. ആ പൊതുയോഗത്തിൽ ഞാനൊരു പ്രമേയം അവതരിപ്പിച്ചു. ഞാൻ അവതരിപ്പിച്ച പ്രമേയം ഗവൺമെൻറ്റിൻ്റെ പൈസ ഉപയോഗിച്ച് 4 കോടിയോളം രൂപ ഉപയോഗിച്ച് ഒരു അമ്യൂണിറ്റി സെൻ്റർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ക്ഷേത്രക്കാണ്. ആ ക്ഷേത്രക്കം ഉണ്ടാക്കിയ ആ അമ്യൂണിറ്റി സെൻ്റർ ഗവൺമെൻറ്റിൻ്റെ പൈസ ഉപയോഗിച്ച് ഉണ്ടാക്കിയത്. അതിന് ആ സെൻ്ററിന് ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ കൺവെൻഷൻ സെൻ്റർ എന്നൊരു പേര് കൊടുക്കണമെന്ന് ഞാനൊരു പ്രമേയം അവതരിപ്പിച്ചു. 230 പേര് പങ്കെടുത്ത ആ പൊതുയോഗത്തിൽ ഒരാൾ പോലും ഇത് പറ്റൂല എന്നോ, ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കാമെന്നോ, ഇല്ലെങ്കിൽ ഇത് നല്ലതാണെന്നോ അങ്ങനെ ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങളും പറയാതെ നിശബ്ദമായി ഇരുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അങ്ങനെ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത് തേങ്ങ പൊതിക്കാൻ പോകുന്ന കാസിം പിള്ളയോ അല്ലെങ്കിൽ നിയമിക്കാൻ പോകുന്ന താജുദ്ദീനോ ഒന്നും അല്ല. ഇന്ത്യയുടെ അഭിമാനമാണ്. ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ആ മനുഷ്യൻ, ഇന്ത്യയുടെ മിസൈൽ മാൻ, അതായത് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ലോകനിറകയിൽ എത്തിച്ച ഒരു വലിയ മനുഷ്യൻ. ആ മനുഷ്യൻ നമ്മുടെ ഈ ആറ്റിപ്പുറ വില്ലേജിൽ, ആറ്റിപ്പുറ പഞ്ചായത്തിനകത്ത് 50 വർഷക്കാലം ഉണ്ടായിരുന്നു. ഈ BSSCക്കകത്ത് അദ്ദേഹം വളരെ ജോലി കേട്ടി ഇവിടെ വരുമ്പോഴേക്കും ഇവിടുന്ന് അദ്ദേഹം 50 വർഷത്തോളം ഇതിനകത്തുണ്ടായിരുന്നതാണ്. നമ്മുടെ ഈ മുമ്പ് ഇവിടെ മറ്റേ മതിലോ മറ്റോ ഒന്നും ഇല്ലായിരുന്ന സമയത്ത് ഈ കുളത്തൂർ പ്രദേശത്തൊക്കെ ഭക്ഷണം കഴിക്കാനും ഈ പ്രദേശത്തൊക്കെ വന്നിട്ടുള്ളൊരു മനുഷ്യനാണ്. ആ ക്ഷേത്രത്തിൻ്റെ അരിശിൻ്റെ മുകളിൽ എത്രയോ വന്നിരുന്ന ആളാണ്. അങ്ങനെ ഈ നമ്മുടെ ഈ ആറ്റിപ്പുറ വില്ലേജിനകത്ത് സ്ഥിതി ചെയ്യുന്ന BSSCയുടെ എല്ലാമായിരുന്ന ആ മനുഷ്യൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ ഒരു പേര് കൊടുക്കണമെന്ന് ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ട് ഒറ്റയാൾ പോലും മറുപടി പറഞ്ഞു. അപ്പോൾ അവരെല്ലാം ചിന്തിച്ചത് അദ്ദേഹത്തിന് ഒരു മുസൽമാനായിട്ടാണ്, അല്ലെ മറ്റൊരു മതക്കാരനായതുകൊണ്ടാണ് ആ ഒരു അഭിപ്രായമെന്ന് പറയാം. ശരി, 2 ആയാലും 3 ആയാലും അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നോ അല്ലെ അത് പറ്റൂലെന്നോ അല്ലെ അത് കൊള്ളാമെന്നോ ഒന്നും പറയാത്ത ശ്രീനാരായണ ഭക്തരുടെ ഇടയിൽ അവതരിപ്പിച്ച പ്രമേയം അവതരിപ്പിച്ച് എളിപ്പനായ ഒരാളാണ് ഞാനത് പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ പ്രായത്തിനോളം ഉണ്ട് അവരുടെ മതേതരത്തെ കാഴ്ചപ്പാട്. അതൊന്നും ഈ മതത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മിതവാദി കൃഷ്ണൻ അവർകൾ, കൃഷ്ണൻ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, മിതവാദി കൃഷ്ണൻ അവർകൾ SNDP യോഗത്തിൻ്റെ പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം പറയും, എൻ്റെ അഭിമാനം കെടുത്തിയ മതമാണ് ഹിന്ദുമതം, എൻ്റെ അഭിമാനം കെടുത്തിയ മതമാണ് ഹിന്ദുമതം എന്ന് പച്ചയ്ക്ക് പറയുകയും ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിക്കണമെന്ന അഭിപ്രായം പച്ചയ്ക്ക് പറഞ്ഞ, അതായത് കോടീശ്വരനായിരുന്നു ആ കാലത്തിലെ കോടീശ്വരൻ്റെ മനുഷ്യനാണ് മിതവാദി കൃഷ്ണൻ. അതങ്ങനെ ഈ ഹിന്ദുമതത്തിൻ്റെ നിലപാടുകളോടും അഭിപ്രായങ്ങളോടും എന്തുകൊണ്ട് വെറുപ്പും എതിർപ്പും വന്നതെന്ന് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അനുഭവിച്ചതാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന ജാതിപരമായ വിഭജനത്തിൻ്റെ ഭാഗമായി അനുഭവിച്ച ആ പീഡനം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഏറെക്കുറെ ജാതിപരമായ പീഡനങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടിയത് ഒരുപക്ഷെ ബ്രിട്ടീഷുകാരൻ്റെ ഭരിച്ചത് കൊണ്ടാണെന്ന് പറയാൻ കഴിയും. കാരണം PK ബാലകൃഷ്ണൻ്റെ നാരായണ ഗുരു എന്നൊരു ആന്തോളജി ഗുരുവിൻ്റെ ജന്മശതാബ്ദിയായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയ ഒരു പുസ്തകമാണ്. PK ബാലകൃഷ്ണൻ കൺസോൾട്ടേറ്റ് ചെയ്ത ആന്തോളജി ഇറക്കിയിട്ടുണ്ട്. നാരായണ ഗുരു DC ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സന്യാസം തന്ന ബ്രിട്ടീഷുകാരാണ്. ഗുരുവിൻ്റെ വാചകമാണ്, നമുക്ക് സന്യാസം തന്ന ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ എന്താണ് എന്ന് ശിഷ്യന്മാർ വളരെ ഉത്കണ്ഠയോടെ ചോദിച്ചപ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത് കൊണ്ടാണ്, ഭരിക്കുന്നത് കൊണ്ടാണ്
ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സന്യസിക്കാൻ കഴിഞ്ഞത്. ശ്രീരാമൻ്റെ കാലത്ത് സന്യസിച്ച ശൂദ്രനെ വധിച്ച കഥകളില്ലേ എന്ന് പറഞ്ഞ ഗുരുവാണ്. അപ്പോൾ ഗുരുവിന് ശ്രീരാമനോടുള്ള നിലപാടുകളും ഹിന്ദുമതത്തിലുള്ള നിലപാടുകളും വ്യക്തമാണ്. നമുക്ക് സന്യസിക്കാൻ കഴിഞ്ഞത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതുകൊണ്ടാണ്. ശ്രീരാമൻ്റെ കാലത്ത് ശൂദ്രൻ തമസ് ചെയ്തതിൻ്റെ പേരിൽ വധിച്ച കഥകളില്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തല് സ്വാമിയുടെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുമതത്തിനോടുള്ള ഒരു താല്പര്യം, പക്ഷേ ഹിന്ദുമതത്തിനെതിരായിട്ടൊന്നും സ്വാമി ഒരിക്കലും സംസാരിച്ചിരുന്നില്ല. ഈ മറ്റുള്ള മതങ്ങളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി നമ്മൾ എന്തുമാത്രം താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. ഈ ഹിന്ദുമതത്തിന് വിധേയമായി നിൽക്കുന്ന സന്യാസ സംവിധാനങ്ങൾക്ക് പോലും ഒരു പുതുമുഖം സൃഷ്ടിച്ച ആളാണ് ഗുരുദേവൻ. അതായത് ഏണസ്റ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരൻ കുറേ കാലം അദ്ദേഹം ഗുരുവിൻ്റെ കൂടെ കൂടിയിരുന്നു. അദ്ദേഹത്തിന് സന്യാസ ദീക്ഷ കൊടുക്കുന്നത് കോട്ടൺ ടൈയും കൊണ്ട കൊടുത്താണ്. കോട്ടൺ ടൈ പാൻറ്റും കോട്ടൺ ടൈയും കൊടുത്തിട്ട് അദ്ദേഹത്തിന്, അല്ലാതെ കാവ്യ വസ്ത്രം കൊടുത്തോ കമണ്ടലം കൊടുത്തോ ഒന്നും അല്ല. അദ്ദേഹം ഒരു ജനകീയനായ സന്യാസിയായിരുന്നു ഗുരുദേവൻ എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ മാറ്റിവെച്ചിട്ട് ഗുരുദേവന് ഒരു ഹിന്ദു സന്യാസിയുടെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങുന്ന എളുപ്പമുണ്ട്. ഗുരുദേവന് ഒരു ഹിന്ദു സന്യാസിയുടെ കൂട്ടിൽ കെട്ടിക്കഴിഞ്ഞാൽ എളുപ്പമുണ്ട്, ആരാധിക്കാൻ എളുപ്പമുണ്ട്, പറയാൻ എളുപ്പമുണ്ട്, എല്ലാത്തിനും എളുപ്പമുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. പിന്നെ മതങ്ങളുടെ ധാർമ്മികത എന്തുമാത്രം ഉണ്ടെന്നതിനെ സംബന്ധിച്ച് നമ്മളെല്ലാം നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ നമ്മളെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ്. മതങ്ങളുടെ ധാർമ്മികതയെ സംബന്ധിച്ച് മതങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ചില പണ്ഡിതന്മാരുടെയും മഹാത്മാക്കളുടെയും പേരിൽ മറ്റുള്ളവരുണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മതത്തിൻ്റെ ധാർമ്മികതയെ സംബന്ധിച്ച് നമുക്ക് വീണ്ടും ആലോചിക്കേണ്ടതുണ്ട്. എന്തായാലും 100 വർഷം പിന്നിടുമ്പോൾ സർവ്വമത സമ്മേളനത്തിൻ്റെ 100 ശതാബ്ദി ആഘോഷത്തിലെത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ മതപരമായ കാഴ്ചപ്പാട് നമ്മളൊരുമിക്കുക എന്ന് ഓരോ വിഭാഗക്കാരും കൂട്ടം കൂടി രഹസ്യമായി സംസാരിച്ച് നമ്മളൊരുമിക്കുക എന്ന മതപരമായ ധ്രുവീകരണം നടക്കുകയല്ലാതെ മതേതരത്വത്തിൻ്റെ കാഴ്ചപ്പാട് വിളിച്ചോതേണ്ട നാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരെന്നോ നാരായണ ഗുരുവിൻ്റെ ദർശനം കൊണ്ടു നടക്കുന്നവരൊക്കെ തന്നെ ഇന്ന് പലതരത്തിലും ധ്രുവീകരണത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പുറകെ നമ്മൾ എളുപ്പത്തിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ള ഒരു ഭാഗമാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. മതം ഇല്ലെങ്കിലും ജീവിക്കാൻ കഴിയുമെന്ന് അംബേദ്കർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. മതം നമുക്ക് ജീവിക്കാൻ മതം എന്തിന് എന്നൊരു ചോദ്യം ഇന്നും ബാക്കി നിൽക്കുകയാണ്. നമ്മുടെ അംബേദ്കർ തന്നെ ഈ ഹിന്ദുമതത്തിനകത്തുണ്ടായിട്ട് പീഡനങ്ങൾ സഹിക്കുക വയ്യാതെ അദ്ദേഹം നമ്മുടെ സ്വാമി ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ജോൺ ധർമ്മതീർത്ഥ പറഞ്ഞിട്ടുണ്ട്, വിളിച്ചു വരുത്തിയാണ് ചോദിച്ചത്, നമുക്ക് ഈ മതം മാറണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ ഏത് മതം സ്വീകരിക്കണം. അങ്ങനെ സ്വാമി ധർമ്മതീർത്ഥർ പറഞ്ഞത്, അങ്ങനെയാണ് അങ്ങക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്രിസ്തുമതം സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. ക്രിസ്തുമതം സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് മറ്റു തരത്തിലുള്ള വിവേചനങ്ങളും അതുപോലെ തന്നെ താഴ്ത്തിക്കെട്ടലുകളും ഇല്ല എന്നുള്ള അർത്ഥത്തിലായിരിക്കണം. അങ്ങനെ എന്തൊക്കെ നമ്മളതിനെ സംബന്ധിച്ച് വീണ്ടും കുറേ കൂടി എന്തൊക്കെ 100 വർഷം പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ ഈ സർവ്വമത സമ്മേളനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും നമ്മൾ കുറേ കൂടി പഠിക്കണമെന്ന് മാത്രം പറഞ്ഞു ഒരു അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്കും ഇവിടെ വന്ന അഭിപ്രായം പറയാനുള്ള ഒരവസരമാണ്. അത് പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനര്, മതത്തെക്കുറിച്ച് ആധികാരികമായി സാറും നമ്മുടെ സെക്രട്ടറിയും പറഞ്ഞു. പക്ഷെ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് വളരെ ആധികാരികമായി അദ്ദേഹം 45-ാമത്തെ പദ്യത്തിൽ പറയുന്നുണ്ട്. ഒരു മതം അന്യന് നിന്ദ്യം ഒന്നിലോതും കരു അപരൻ്റെ കണക്ക് ന്യൂനമാകും. മനസ്സിലായ ആർക്കെങ്കിലും? ഇല്ല. ഒരു മതം അന്യന് നിന്ദ്യം ഒന്നിലോതും കരു. ഒന്നിൽ ഓതുന്നതിൻ്റെ എസൻസ് ക്ലിയർ. ഒന്നിൽ പറയുന്നതിൻ്റെ കരു, അതിൻ്റെ എസൻസ്
കരു വന്നിട്ട് ഗുരു വന്നിട്ട് കുളയ്ക്കലായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ക്ലിയർ ആയില്ല? മനസ്സിലായില്ല അല്ലേ? ടീച്ചർക്ക് മനസ്സിലായി. അപ്പം ഒന്നിലോതും കരു അപരൻ്റെ കണക്കിൽ ന്യൂനമാകും. അപരന് വന്നിട്ട് അത് കുറവായി തോന്നും. മനസ്സിലാകുന്നില്ല? ഇത് ഒട്ടും മനസ്സിലാകുന്നില്ല. ഒരു മതം അന്യന് നിന്ദ്യം ഒന്നിലോതും കരു. ഒന്നിൽ എൻ്റെ മതത്തിൽ ഓതുന്ന പറയുന്ന കരു അല്ലേ, അതിൻ്റെ എസൻസ് അത് കൊളൈക്കലായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഒന്നിലോതും കരു അപരൻ്റെ കണക്കിന്. നിങ്ങളെ ആരെങ്കിലും കണക്കും അതിൽ ന്യൂനമാകും. ന്യൂനം മൈനസ്. മനസ്സിലായില്ല? ഇപ്പം ക്ലിയർ ആയോ? ധരയിതിലെൻ്റെ രഹസ്യമൊന്നു താനെന്ന് അറിവളവും ഭ്രമമെന്നറിഞ്ഞിടേണം. ധരയിൽ ഇതിൻ്റെ രഹസ്യം. അപ്പം ഈ രഹസ്യം മാത്രമേ ഗുരു പറയുന്നുള്ളൂ. ഒരു മതം അന്യന് നിന്ദ്യം ഒന്നിലോതും കരു. ആ കരു കൊളൈക്കലായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. കരു അപരൻ്റെ കണക്കിന് കുറവായി തോന്നും. വേറൊരാളിന് കുറവായി തോന്നും. ധരയിൽ ഇതിൻ്റെ രഹസ്യം ഒന്നു താനെന്ന് അറിവളവും ഭ്രമമെന്നറിഞ്ഞു. ഭ്രമമാണിതെല്ലാം. ഇവിടെ മതത്തിനെന്താ പ്രാധാന്യം ഇരിക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ലേ ഇല്ല. മതം ഇല്ലേ ഇല്ല. മനസ്സിലായില്ലേ? മതം എന്ന് പറഞ്ഞാൽ ഒരു അഭിപ്രായം എന്നാണ്. അഭിപ്രായം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇനി അടുത്ത ഒരു മതം അന്യന് നിന്ദ്യം ഒന്നിലോതും കരു അപരൻ്റെ കണക്ക് ന്യൂനം. ഇത് ക്ലിയർ ആയോ? കുറവായി തോന്നും. വേറൊരാളിന് കുറവായി തോന്നും എൻ്റെ മതം. അതുകൊണ്ട് ധരയിൽ ഈ ഭൂമിയിൽ ഇതിൻ്റെ രഹസ്യം ഒന്നാണ് എന്ന് അറിവളവും അറിയുന്നതുവരെ ഭ്രമമെന്നറിഞ്ഞിടണം. ഇപ്പം ക്ലിയറായോ? ക്ലിയറായോ കുട്ടി? ആ, അപ്പം ഒരു മതം അന്യന് നിന്ദ്യം ഒന്നിലോതും കരു. ഈ കരുവാണ് അവിടെ സാധാരണ പലരും വന്നിട്ട് കരു വിട്ടുകളെ. കരു ശരിക്കും മനസ്സിലാക്കില്ല. കരു എന്ന് വെച്ചാൽ കുളയങ്ങളായിട്ട് കരു നമ്മൾ മുട്ടേറെ കരു എന്ന് പറയുന്നില്ലേ? ആ മുട്ടേറെ കരുവാണല്ലേ വലുതായില്ലേ അല്ലേ? എന്നതുപോലെയാണ് ഒന്നിലോതും കരു അപരൻ്റെ കണക്കിന് ന്യൂനമാകുന്നത് കുറവാകും. മൈനസ് കുറവാകും. ധരയിൽ ഭൂമിയിൽ ഇതിൻ്റെ രഹസ്യം ഒന്നുതാനെന്ന് അറിവളവും അറിയുന്നത് വരെ ഭ്രമമെന്നറിഞ്ഞിടേണം. ഭ്രമമാണ് നമുക്ക് എല്ലാവർക്കും. അടുത്ത് പൊരുതി ചെയ്യിപ്പത സാധ്യം. കേട്ടോ, ഗുരു വീണ്ടും പറയുന്നുണ്ട്. പൊരുതു ചെയ്യിപ്പത് അസാധ്യം. ഒന്നിനോടൊരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല. പരമതവാദി ഇതോർത്തിടാതെ പാഴെ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. ക്ലിയർ? അത് ക്ലിയറായോ? ആവുന്നില്ല അല്ലേ? 46-ാമത്തെ പദ്യം. 45 ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു മതം അന്യൻ നിന്ദ്യം ഒന്നിലോതും കരു. 49-ാമത്തെ പദ്യം സാറിപ്പോൾ പറഞ്ഞില്ലേ? 44 തൊട്ട് 49 വരെ പദ്യമാണത്. 46-ാമത്തെയാണ് ഇത്. പൊരുതിപ്പത് സാധ്യം. ഒന്നിനോടൊരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല. പരമതവാദി വേറൊരു മതത്തെ വാദിക്കുന്നവൻ ഇതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടും. പൊരുതാ ചത്തുവും അടികൂടിച്ചാവും എന്നല്ലേ പറയണം. ഇതിൽ കഴിഞ്ഞ് എന്തെന്ന് വേണം? പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. ബാക്കി കേൾക്കണോ? ബാക്കിൻ്റെ 2 പദ്യം കൂടെ ഉണ്ട്. പൊരുതു ചെയ്യിപ്പത് സാധ്യം. ഒന്നിനോട് ഒരു മതവും പൊരുതാലൊടുങ്ങുകയില്ല. പരമതവാദി ഇതോർത്തിടാതെ പാഴെ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. ഒരു മതമാകുവതിനുരപ്പതെല്ലാം. എന്താ? ഒരു മതമാകുവതിന് എല്ലാവരും എൻ്റെ മതത്തിൽ വാ. ഇസ്ലാം പറയുന്നത് എൻ്റെ മതത്തിൽ വാ. ക്രിസ്ത്യാനി പറയുന്നത് എൻ്റെ മതത്തിൽ വാ. ഹിന്ദു പറയുന്നത് എൻ്റെ മതത്തിൽ വാ. ഒരു മതമാകുവതിനുരപ്പതെല്ലാം വരുമത് വാദികൾ ഓർക്കുകയില്ല. പരമതവാദം ഒഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിൻ്റെ രഹസ്യമിങ്ങ ശേഷം. അപ്പോൾ ഈ പരമതവാദം ഒഴിഞ്ഞ അല്ലേ, പരമതം ഇല്ലാത്ത പണ്ഡിതന് വന്നിട്ട് ഇതിൻ്റെ രഹസ്യം അറിയാം. ഇതിലൊന്നുമില്ലാന്ന് മതത്തിന് അർത്ഥമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ്. അപ്പം നമ്മൾ ഇനി അതിൻ്റെ അടുത്തൊരു ഒറ്റ പദ്യമേ ഉള്ളൂ. ഇനി വന്നിട്ട് എനിക്ക് തോന്നുന്നത് അതറിയാം സാർ, അതറിയാം. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും എങ്ങ് സദാപി ചെയ്തിരുന്നു. ജഗതീലൻ മതമേകമെന്നു ചിന്തിച്ച് അഖമണയാ തകതാരമർത്തിടേണം. എൻ്റെതെന്ന് സർവം. അനുഭവശാലികൾ ആരും ഓർക്കില്ല. ഇനി 88-ാമത്തെ പദ്യത്തിൽ ആധികാരികമായിട്ട് ഗുരു പറയുന്നുണ്ട്. 88-ാമത്തെ പദ്യം എന്ന് പറഞ്ഞാൽ നോക്കട്ടെ. 88. സകലതും ഉള്ളത് തന്നെ.
സകലതും ഉള്ളതു തന്നെ. തത്വചിന്താഗ്രഹനതു ഏകമായി ഗ്രഹിക്കും. അഹമുഖമായി അറിയാൻ 88 പിന്നെ 88 ഞാനത് എനിക്ക് 100 പദ്യവും ഞാൻ എനിക്കറിയാവുന്നത്. സകലവും ഉള്ളത് തന്നെ. തത്വചിന്താഗ്രഹൻ ഇത് ഏകമായി ഗ്രഹിക്കും. അഹമുഖമായി അറിയായിൽ മായയാം വൻ പക പലതും ഭ്രമമേകിടുന്നു പാരം. എന്ത് രസമായി പറഞ്ഞിരിക്കുന്നത്. സകലതും ഉള്ളത് തന്നെ. തത്വചിന്താഗ്രഹൻ കൃത്യമായി തത്വത്തെ ചിന്തിച്ച് അറിയുന്ന ഒരാള് അഥവാ ജ്ഞാനി ഇത് ഏകമായി ഗ്രഹിക്കും, ഇതൊന്നായി ഗ്രഹിക്കും. ഈ മതങ്ങളെല്ലാം ഒറ്റ മതേ ഒന്നേ ഉള്ളൂ, ഇതിലൊന്നും വ്യത്യാസമില്ല. ഇവിടെ വന്നിട്ട് പിന്നെ സാറ് നേരത്തെ പറഞ്ഞ കണക്ക് ഇവിടെ മതത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇവിടെ മാർക്സിസ്റ്റ് പിന്നെ പറയുന്നത് അതിലൂടെ മതത്തിനൊന്നും അവരിൽ മതത്തിൻ്റെ പിന്നെ കണിക പോലുമില്ല ഉണ്ടാകരുതെന്നാണ് ഞാൻ പറയുന്നത്. മതത്തിനൊന്നും ഇവിടെ ഇതിരിക്കുന്നത് മനുഷ്യരെല്ലാം ഒന്നാണ്, ഒരൊറ്റ മനുഷ്യർ, 2 ആണും പെണ്ണുമായിട്ട് 2 പേരേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ട്. അപ്പം നമ്മളിത് വളരെ ആധികാരികമായി നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. എന്താണ് പറഞ്ഞത്? എന്താണ്? സകലതും ഉള്ളതു തന്നെ. സകലതും അപ്പം നോക്കാം. തത്വചിന്താഗ്രഹന ഇത് ഏകമായി ഗ്രഹിക്കും. തത്വചിന്ത അറിയാമെന്നുള്ളവൻ ഇത് ഒന്നായി ഗ്രഹിക്കും. ഈ മതങ്ങളെല്ലാം ഒന്നായി ഗ്രഹിക്കും. എല്ലാ അഭിപ്രായങ്ങളും ഒന്നായി ഗ്രഹിക്കും. അഖമുഖമായി അറിയായെങ്കിൽ ഞാനാരെന്നും നീ ആരെന്നും അറിയാത്തവൻ അല്ലേ? അഖമുഖമായി അറിയായെങ്കിൽ മായയാം വൻ പക പലതും ഭ്രമമേകിടുന്നു പാരം. അപ്പം മായയാണ്. അപ്പം ഞാൻ പിന്നെ പരപ്രാവശ്യം നമ്മുടെ സെക്രട്ടറിയുടെ ഇതിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. മായ എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മളെ വന്നിട്ട് തമ്മിലടുപ്പിക്കുന്നതും ഒക്കെ. അപ്പം നമുക്ക് മായയെക്കുറിച്ച് ആധികാരികമായി പഠിക്കണം. ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ നമ്മുടെ ആളുകൾ മായയെക്കുറിച്ച്? ഇല്ല, പഠിക്കില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഓരോന്നും വസ്തുബോധം എന്താണെന്നറിയണം, മായ എന്താണെന്നറിയണം. അപ്പം ഇതൊക്കെ കൂടെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആധികാരികമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വിലയിരുത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്താണെന്ന്. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല, ഒരിക്കലും പിടി കിട്ടൂല. നമ്മളിങ്ങനെ വന്നിട്ട് കേട്ടിട്ടുണ്ടിരിക്കും, എല്ലാവരും കൂടി ചെപ്പടിച്ച് അങ്ങ് പോകും. ഞാൻ ഇന്നലെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു പോലെ, ഇന്നലെ പറഞ്ഞാണൊക്കെ എല്ലാവരും ചെപ്പടിക്കും, നമ്മുടെ ആളുകൾ ചെപ്പടിച്ച് കൊടുക്കും, അങ്ങ് പോകും. അതല്ല, അങ്ങനെ ആകരുത്. നമ്മൾ മനസ്സിലാക്കണം, കാര്യങ്ങൾ ഗ്രഹിക്കണം. ഗ്രഹിച്ച് വരുമ്പോൾ നമ്മൾ ആധികാരികത നമുക്ക് മനസ്സിലാവുന്നില്ല. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് ഗുണമുള്ളൂ, അല്ലെങ്കിൽ ഒരു ഗുണമില്ല. സാറ് പറഞ്ഞത് ഇപ്പം അവസാനം പറഞ്ഞ കറക്റ്റാണ്. ഇതിന് നമ്മൾ ചർച്ച പോലെ ഉള്ള ഇതിന് വിധേയമാക്കി നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു വേദി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് സാധാരണ പ്രത്യേകിച്ചും വീട്ടമ്മമാർക്കൊക്കെ വന്നിട്ട് കൃത്യമായി ഇതിനെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള പിന്നെ ചർച്ചാ ക്ലാസ്സുകൾ നടക്കണം. അതാണ് ഞാൻ ഇന്നലെ തന്നെ ആ കാര്യം കൂടെയാണ് ഞാൻ ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ചില്ല. മണി 8 കഴിഞ്ഞു. ഞാൻ കുറച്ച് സാറിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കിയിരിക്കുകയാണ്. സാറ് 8 മണിയാക്കണമെങ്കിൽ പിന്നെ നടക്കില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്.